വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഈ പകലത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്നുത്തരം പറഞ്ഞു. മതി, വളരെ നന്ദി. ഇനി എല്ലാവരും എന്നെ മുഖത്ത് നോക്കാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്തിൻ്റെ പരിസമാപ്തിയിൽ വിരിച്ചൊരുക്കിയൊരു മുറിക്കകത്ത് അന്ത്യത്താഴത്തിന് പെസഹ ആചരണത്തിന് ശിഷ്യന്മാരുമായി ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13 മുതലുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരി മാറ്റി അരയിൽ ഒരു തുവർത്തെടുത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. ഓരോരുത്തരുടെ വീതം കാലുകൾ കഴുകി ചെല്ലുമ്പോൾ അതിൻ്റെ അകത്തൊരല്പം മനസ്സാക്ഷിയുള്ള ആൾ പത്രോസാണെന്നാണ് എൻ്റെ ചിന്ത. പത്രോസിൻ്റെ അടുക്കലെത്തുമ്പോൾ ആശ്ചര്യപരതന്ത്രനായി പത്രോസ് പറയുന്നു, കർത്താവെ, അങ്ങൻ്റെ കാൽ കഴുകുന്നുവോ? ഒരു നാൾ ഞാൻ അതിനെ അനുവദിക്കില്ല. കാരണം അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം അനുസരിച്ച് അനേകം യജമാനന്മാരുടെ കാലുകൾ ദാസന്മാർ കഴുകുന്നത് പത്രോസ് കണ്ടിട്ടുണ്ട്. അനേകം ഗുരുക്കന്മാരുടെ കാലുകൾ ശിഷ്യന്മാർ കഴുകുന്നത് പത്രോസ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതാ എല്ലാവരുടെയും യജമാനൻ, സകലരുടെയും ഗുരുനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. അതിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ ത്രാണിയില്ലാതാണ് പത്രോസ് പറയുന്നത്, അങ്ങനെ കഴുകുന്നുവോ? അതൊരു ദയനീയമായ ചോദ്യമാണ്. അതിന് യേശു പറയുന്ന 2 മറുപടികൾ അവിടെയുണ്ട്. അതിലൊരു മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപാദ്യ വിഷയം. പത്രോസേ, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നെ നീ അറിയും. അതിൻ്റെ അർത്ഥം ഇതാണ്, നീ അല്പസമയം കാത്തിരിക്കുക. ഞാൻ ഈ ചെയ്യുന്നത്, നിന്നെ കഴുകുന്നത്, നിൻ്റെ പാദങ്ങൾ കഴുകുന്നത്, നിങ്ങളെ കഴുകുന്നത് വെറുതെ അല്ല. ഞാനിത് ചെയ്യുന്നത് ഒരു മാതൃകാ ശുശ്രൂഷയാണ്. ഇതിനൊരു ഉദ്ദേശമുണ്ട്. പക്ഷേ ഇത് പൂർത്തീകരിച്ച ശേഷം ഇതെന്തിനായിരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ സന്ദർഭത്തിൽ നിന്ന് ആ വാക്കിനെ ഒന്ന് അടർത്തി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം പലതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ചിലതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ ദൈവം അനുവദിച്ച്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അകത്ത് ചോദ്യങ്ങൾ ഉയരാം. പക്ഷെ കൃപ പ്രാപിച്ച ദൈവമക്കൾ തിരിച്ചറിയണം, ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇതെല്ലാം ദൈവം അനുവദിക്കുന്നതിൻ്റെ പിൻപിൽ തിന്മയ്ക്കല്ല, നന്മയ്ക്ക് നിശ്ചയമായും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കരമുയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറ, ദൈവം ചെയ്യുന്ന, ദൈവം അനുവദിക്കുന്ന എല്ലാറ്റിൻ്റെ പിന്നിലും തിന്മയ്ക്കല്ല, നന്മയ്ക്കായി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് തിന്മയ്ക്കായുള്ള ദൈവ പദ്ധതിയല്ല, നന്മയ്ക്കായുള്ള ദൈവിക വഴികളായിരുന്നു എന്ന് അപ്പോൾ പെട്ടെന്ന് ബോധ്യമാകണമെന്നില്ല. പക്ഷേ അല്പം മുൻപോട്ട് പോയി പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ പിന്നീട് മനസ്സിലാകുന്നത്, ദൈവം അന്ന് അത് അനുവദിച്ചത് ഇന്നതിനു വേണ്ടിയായിരുന്നല്ലോ എന്ന്. പെട്ടെന്ന് ചില കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടില്ല എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടരുത്. അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അല്പസമയം കഴിയട്ടെ, പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ പിടികിട്ടും, അതൊക്കെ ഇന്നതിനു വേണ്ടിയായിരുന്നു ദൈവം ചെയ്തതെന്ന്. അതരം തുറന്ന് എന്നോട് ചേർന്ന് അറിഞ്ഞു ദൈവത്തിന് സ്തോത്രം പറയാൻ ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സുണ്ട്? വേദപുസ്തകത്തിൽ നിന്ന് 1-2 ഭക്തന്മാരുടെ അനുഭവങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരാം. ഒന്നാമത്തേത്, ചിലപ്പോൾ ആരോടും പറയാൻ കഴിയാത്ത ചില സ്വകാര്യ വ്യഥകളിലൂടെ നമ്മൾ കടന്നു പോകാൻ ദൈവം അനുവദിച്ചെന്ന് വരാം. ആമേൻ പറയാമോ? അല്പം ടെൻഷനായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്.
പക്ഷെ അതിൻ്റെ പിൻപിലും ദൈവത്തിനൊരു പദ്ധതി നിശ്ചയമായി ഉണ്ട്. തെളിയിക്കാം. ഉൽപ്പത്തി പുസ്തകം ഞാൻ വായിക്കേണ്ട, നമുക്ക് സുപരിചിതരായ ഭക്തരായ കാര്യമാകുമ്പോൾ അധികം വായിക്കേണ്ടി വരില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന ഇടത്ത്, ഞാൻ കൽപ്പിക്കുന്ന ഇടത്ത് അവനെ ഹോമയാഗം കഴിക്കണം. എല്ലാവരും എൻ്റെ മുഖത്തോട് നോക്കി ഒന്ന് പറയാനാ, മനസ്സിലാക്കി തരാനാ. ദൈവത്തിനറിയണം, എന്തോ അറിയണം, അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുമോ എന്നറിയണം. അതും മാത്രം അറിയാനുള്ള ഒരു പരീക്ഷയായിരുന്നു അതെങ്കിൽ എവിടെങ്കിലും അവനെ അങ്ങ് യാഗം കഴിക്കാൻ പറഞ്ഞാൽ പോരെ? നിങ്ങളുടെ സ്തോത്രം പറഞ്ഞ് എന്നോട് വരുന്നില്ല. ദൈവത്തിന് അറിയണം, എന്തോ അറിയണം, അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കുമോ എന്നറിയണം. അങ്ങനെ മാത്രം അറിയാനുള്ളൊരു പരീക്ഷയായിരുന്നു അതെങ്കിൽ എവിടെങ്കിലും അങ്ങ് യാഗം കഴിക്കാൻ പറഞ്ഞാൽ പോരെ? അബ്രഹാമിന്റെ വീട് മുതൽ മോറിയ വരെ 3 ദിവസത്തെ വഴിദൂരം. 3 ദിവസത്തെ വഴിദൂരം യാത്ര ചെയ്ത് നിനക്ക് ബോധിച്ചിടത്തല്ല, ഞാൻ കൽപ്പിക്കുന്ന ഇടത്ത് അവനെ ഹോമയാഗം കഴിക്കണമെന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ മകൻ്റെ മരണമല്ല ദൈവത്തിൻ്റെ വിഷയം. അബ്രഹാമിൻ്റെ സ്വപ്നത്തിൽ പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ലാത്ത എന്തോ ചില ദൈവപ്രവൃത്തിക്കായുള്ള ദൈവത്തിൻ്റെ കളമൊരുക്കലാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ ദൈവവചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധികളുടെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത ചില ദൈവിക പദ്ധതികൾ അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വാസത്താൽ തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശിക്ഷയേക്കാൾ ഭയങ്കരമാണ് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. നമുക്കൊരു അനർത്ഥം വരാൻ പോകുന്നു, അപകടം വരാൻ പോകുന്നു, ദുരന്തം സംഭവിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ കയ്യും കെട്ടി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നവരാരാ ഉള്ള? ആരുമില്ല. നമ്മുടെ പണം കൊണ്ടും നമ്മുടെ സ്വാധീനം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ നമ്മൾ ചെയ്യും. കാരണം ശിക്ഷയേക്കാൾ ഭയങ്കരമാണ് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് പിടികിട്ടും. കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ, ഇവർക്കത് മനസ്സിലാകണമെന്നില്ല, പക്ഷെ നമ്മൾ അനുഭവിച്ചവരായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് പിടികിട്ടും. ഒരു 4ാം ക്ലാസ് നിങ്ങളൊന്ന് സങ്കല്പിച്ചേ. ആ 4ാം ക്ലാസ്സിൻ്റെ ബി ഡിവിഷൻ 40 കുട്ടികളുണ്ട്. കണക്കിൻ്റെ സാറ് ക്ലാസ് റൂമിലേക്ക് കയറി വന്നു. കുഞ്ഞുങ്ങളെല്ലാവരും ചാടി എഴുന്നേറ്റു, കൈ കൂപ്പി ഭയഭക്തി ബഹുമാന ആദരവോടെ ഗുഡ് മോർണിംഗ് സാർ പറഞ്ഞു. കുഞ്ഞുങ്ങളെ നോക്കി സാറ് പറഞ്ഞു പ്ലീസ് സിറ്റ് ഡൗൺ പറഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാവരും ഇരുന്നു. ഇരുന്ന ശേഷം കുട്ടികളെ നോക്കി സാറ് ചിരിച്ചു. പക്ഷേ സ്റ്റുഡൻസ് ആരും തിരിച്ച് സാറിനെ നോക്കി ചിരിച്ചില്ല. കാരണം അടുത്തത് എന്താ നടക്കാൻ പോകുന്നെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. സാറ് ക്ലാസ് റൂമിലൂടെ 1-2 പ്രാവശ്യം വലം വെച്ച് നടന്നു. നടപ്പൊക്കെ കഴിഞ്ഞ് 1-ാമൻ്റെ അടുക്കൽ വന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ് അവൻ എഴുന്നേറ്റ് നിന്നു. സാർ അവനോട് ചോദ്യം ചോദിച്ചു. അവൻ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒരക്ഷരം വേണ്ടിയില്ല. 40 പേരോടും ചോദ്യം ചോദിച്ചു. ഏതാണ്ടൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും ഉത്തരമായിരുന്നില്ല. കോപക്രാന്തനായ അധ്യാപകൻ മേശപ്പുറത്തുനിന്ന് ചൂരലെടുത്തു. 1-ാമൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ് കൈ നീട്ടാൻ പറഞ്ഞു. നമ്മളിൽ പലരും കൈ നീട്ടി നിന്നിട്ടുള്ളത് പോലെ കണ്ണടച്ച് കഴുത്തും തിരിച്ചവൻ ദയനീയമായി കൈയും നീട്ടി സാറിൻ്റെ മുമ്പിൽ നിന്നു. സാറിൻ്റെ കയ്യിലിരുന്ന ചൂരൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. 2 അടി അവൻ്റെ കൈവെള്ളയിൽ വന്നു വീണു. കൈവെള്ളയിൽ വന്ന് അടി വീണതും അവൻ വേദന കൊണ്ട് കൈതിരുമ്മി. അവൻ വേദന കൊണ്ട് കൈ തിരുമ്മുമ്പോൾ ബാക്കി 39 പേരും കൂട്ടത്തിൽ കൈ തിരുമുകയാണ്. അവർക്കിട്ട് ആർക്കിട്ടും കിട്ടിയിട്ട് തിരുമുന്നതല്ല, കിട്ടാൻ പോകുന്നത് കൊണ്ട് തിരുമുന്നതാണ്. 2-ാമനെ അടിച്ച് 3-ാമനെ അടിച്ച് 4-ാമനെ അടിച്ച് അടി 39-ാമത്തവൻ്റെ അടുക്കൽ വന്നു നിന്നു.
നിങ്ങൾ അവനെ ഒന്ന് കണ്ടേ, പാവം, കണ്ണടച്ച് കഴുത്തും തിരിച്ച് കയ്യും നീട്ടി വേർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ മനസ്സിൽ പറയുന്നൊരു പദമുണ്ട്, സാറിന് തല്ലിയ പരിചയം, എനിക്കോ കൊണ്ടുകൊണ്ടാ ശീലം. സാറേ പതിയെ തല്ലണേ, അടിയെങ്ങാനും മുറുകിപ്പോയ കൈവെള്ളം പൊട്ടാൻ സാധ്യതയുണ്ട്. ആ പരുവത്തിൽ ഞാൻ കൈ തിരുമ്മി നിൽക്കുകയാണ്. ഈ 39-ാമത്തവൻ കണ്ണടച്ച് കഴുത്തും തിരിച്ച് കയ്യും നീട്ടി വേർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ 40-ാമത്തവൻ അടുത്തത് എനിക്കിട്ടാണല്ലോ എന്നോർത്ത് കയ്യും തിരുമ്മി നിൽക്കുകയാണ്. 40-ാമത്തവൻ കയ്യും തിരുമ്മി നിൽക്കുമ്പോൾ 39-ാമത്തവൻ കയ്യും നീട്ടി നിൽക്കുമ്പോൾ ഒന്നാമനും രണ്ടാമനും അടി നേരത്തെ കിട്ടിയതിനാലും അടിയുടെ വേദന പോയതിനാലും സാറ് പിറകിലാകയാലും അവന്മാര് പേപ്പർ കീറി ബോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരെ തിരിച്ച് അടി 40-ാമത്തവനെ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നാമൻ കയ്യും തിരുമ്മി നിന്നേനെ, രണ്ടാമൻ കയ്യും നീട്ടി നിന്നേനെ, 39-ാമത്തവനും 40-ാമത്തവനും ഈ പണി കാണിച്ചേനെ. ഞാൻ പറഞ്ഞത് ശിക്ഷയേക്കാൾ ഭയങ്കരമാണ് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ. ഈ പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ അബ്രഹാമിൻ്റെ 3 ദിവസത്തെ യാത്രയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ. എല്ലാവരും നല്ല ആമേൻ എന്ന് പറഞ്ഞു. അബ്രഹാം വീട്ടിൽ നിന്ന് യാത്ര പോവുകയാണ്. പിന്നീട് ഞാനത് വ്യക്തമാക്കാം. സത്യം പറഞ്ഞാൽ സാറായോട് പോലും എവിടെ പോകുന്നെന്നോ എന്തിനു പോകുന്നെന്നോ പറയാൻ പറ്റില്ല. കൂടെ നടക്കുന്ന ദാസന്മാരോടും പറയാൻ കഴിയില്ല എവിടെ പോകുന്നു, എന്തിനു പോകുന്നു. മോറിയാം മലയുടെ കയറ്റം അപ്പനും മകനും കൂടെ ഒരുമിച്ച് കയറുമ്പം മകൻ ചോദിക്കുന്നൊരു ചോദ്യം, അപ്പാ തീയുണ്ട്, ഒരു നല്ല ആമ്യം പറഞ്ഞു വിറകുണ്ട്, പക്ഷെ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അതിനപ്പൻ പറയുന്ന മറുപടി, മകനെ, യഹോവ തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ഞാൻ ഒരു ചിന്ത പറയുമ്പോൾ നിങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെടാൻ അല്പപ്രയാസം തോന്നും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ഒരു വിശ്വാസത്തിൻ്റെ പദമാണെന്നാണ്. അതങ്ങനെ തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഒരു മറുവശം കൂടെ നിങ്ങൾ ചിന്തിക്കാൻ ഞാൻ പറയുകയാണ്. അതൊരു വിശ്വാസത്തിൻ്റെ പദമായിരിക്കുമ്പോൾ തന്നെ ആ സാഹചര്യത്തിൽ നമുക്കതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം. സത്യത്തിൽ ഇതപ്പൻ മകനോട് പറയുന്നൊരു പരിഹാരമാർഗം കൂടാണ്. മകനെ, നീയാണ് യാഗവസ്തു എന്ന് അപ്പനും മകനോട് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ പറയുമ്പോൾ ഇസ്ഹാക്കിൻ്റെ തോളേൽ ഓൾറെഡി ഭാരം ഇരിപ്പുണ്ട്. ഒരു നല്ല ആമേനൊന്ന് പറഞ്ഞ്. കാരണം വിറക് ആരുടെ ചുമലില, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല, വിറക് ആരുടെ ചുമലിലാ ഇരിക്കുന്നത്? ഇസ്ഹാക്കിൻ്റെ ചുമലിലാ ഇരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ മലയുടെ കയറ്റം കയറുമ്പം നീയാണ് യാഗവസ്തു എന്നും കൂടെ പറയുമ്പോൾ മകൻ വിഷമിക്കാതിരിക്കാൻ പിതൃഹൃദയത്തിൽ നിന്ന് അബ്രഹാം പറയുന്ന പരിഹാര മാർഗം കൂടാണ് മകനെ യഹോവ കരുതിക്കൊള്ളുമെന്ന പദം. പ്രിയപ്പെട്ടവരെ, സാറായോടത് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 3 ദിവസം കൂടെയുള്ള ബാല്യക്കാരോടത് പറയാൻ പറ്റില്ല. കൂടെ ഒട്ടി ഉരുമി നടക്കുന്ന ഇസ്ഹാക്കിനോടും പറയാൻ കഴിയില്ല. ലോകം നോക്കുമ്പോൾ അബ്രഹാം എന്തൊരു ഭാഗ്യവാനാ അല്ലേ? ഇട്ടുമൂടാൻ സ്വത്ത്, നമ്മുടെ ഭാഷയിൽ പറയുകയാണ്, ധനാട്യനാണ്. സ്നേഹിക്കുന്ന ഭാര്യ, അനുസരിക്കുന്ന മകൻ, ദാസന്മാര്, 318 അഭ്യാസികള്. എന്തോ കുഴപ്പം? ജീവിക്കുകയാണെങ്കിൽ, മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോലെ ജീവിക്കണമെന്നാണ് പുറമേ ഉള്ളവർ നോക്കിയിട്ട് പറയുന്നത്. പക്ഷേ ലോകത്തിൽ ആരോടും പറയാൻ കഴിയാത്ത, ജീവിത പങ്കാളിയോടോ കൂടെ നടക്കുന്ന മകനോടോ ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന ബാല്യക്കാരോടോ പോലും പറയാൻ കഴിയാത്ത, ഹൃദയം തുറന്ന് ആ ദുഃഖം പങ്കുവയ്ക്കാൻ കഴിയാത്ത, ആ വേദന പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു സ്വകാര്യ ദുഃഖം അബ്രഹാമിൻ്റെ അകത്തുണ്ട്. അതറിയാവുന്നത് സർവശക്തനും മാത്രമാണ്. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പുറമെയുള്ള സംവിധാനങ്ങളെല്ലാം മറ്റുള്ളവർ
മറ്റുള്ളവർ കണ്ടിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന സ്വകാര്യ വ്യതകൾ തിരിച്ചറിയണമെന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് ദൈവാലോചന വിളിച്ചു പറയുന്നു, സർവശക്തന്റെ സ്വകാര്യ വ്യത അറിയുക മാത്രമല്ല, നാളുകളായി നിങ്ങൾ അനുഭവിക്കുന്ന ചില സ്വകാര്യ വ്യതകൾക്ക് പരിഹാരം വരുത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവാലോചന വിളിച്ചു പറയുമ്പോൾ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരെ കരമടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി എന്നോട് സംസാരിക്കുന്നു. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത നിങ്ങളുടെ ചില സ്വകാര്യ വ്യഥകളുടെ നടുവിൽ സർവശക്തന്റെ കരം ചലിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായി ചിലരോട് സംസാരിക്കുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2 വചനത്തിന്റെ ദൂതുകൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ആരും നമ്മുടെ ഭാരങ്ങൾ തിരിച്ചറിയണമെന്നില്ല. ഒരാമേനൊന്ന് പറയാവോ? വചനത്തിന്റെ ഒരു ദൂത് ദൈവാത്മാവ് എനിക്ക് തരികയാണ്. എലീശ ശൂനേമിലൂടെ പോകേണ്ടി വന്നല്ലോ. അവിടെ ധനികയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവളെ നിർബന്ധിച്ച് എലീശായെ വീട്ടിൽ കയറ്റി ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, കൂടെ കൂടെ നമ്മുടെ വഴിയായി പോകുന്ന ദൈവപുരുഷനുണ്ടല്ലോ, അദ്ദേഹം ഒരു വിശുദ്ധനായ ദൈവമനുഷ്യനാണ്, അദ്ദേഹത്തിന് നമുക്ക് വീട്ടിൽ പാർക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി കൊടുക്കണം. അതിനോട് ചേർന്ന വീടിനോട് ചേർന്ന ഒരു പ്രത്യേക മുറി, അതിൻ്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും. അങ്ങനെ എലീശായും ഗേഹസിയും ഒരു ദിവസം ആ വീട്ടിൽ പാർക്കും അളവിൽ എലീശ ഗേഹസിയോട് ചോദിച്ചു, ഇത്ര കാര്യമായിട്ട് ഇവള് നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് ആതിഥ്യ മര്യാദ നൽകി തരികയൊക്കെ ചെയ്തു, നമ്മളിൽ നിന്ന് വല്ല പ്രത്യുപകാരവും അവൾക്കുണ്ടാകണ്ടേ? ഒരാമേനൊന്ന് പറഞ്ഞു. അവളെ വിളിക്കാൻ പറഞ്ഞു. അവൾ വന്നു. അപ്പോൾ ചോദിച്ചു, ഞാൻ രാജാവിനോടോ സൈന്യാധിപനോടോ നിന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ മുഖാന്തരം, എൻ്റെ ശുപാർശ മുഖാന്തരം നിനക്ക് വല്ല ഉപകാരം ഉണ്ടാകേണ്ടതായിട്ടുണ്ടോ? അവിടെ അവൾ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും, കാരണം ഞാൻ എൻ്റെ സ്വജനത്തിൻ്റെ മധ്യേ പാർക്കുന്നു, എല്ലാ സാഹചര്യങ്ങളും അവൾക്ക് അനുകൂലമാണ്. പക്ഷെ എന്നെ ത്രസിപ്പിച്ചൊരു ചിന്ത അവിടെ ഉണ്ട്. ഗേഹസി എലീശായോട് പറയാണ്, അവൾക്ക് കുഞ്ഞില്ലല്ലോ. അപ്പം എന്നെ ദൈവാത്മാവ് പണിതൊരു മേഖലയാണ്. എന്താണെന്നറിയാവോ? നമ്മളൊക്കെ സത്യത്തിൽ ഒരു പ്രവാചകനെ, ഒരു ദൈവദാസനെ വീട്ടിൽ വിളിച്ച് കയറ്റി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുകയോ നന്മ കൊടുക്കുകയോ ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞേ അല്ലേ? നമുക്കൊരു ഉദ്ദേശം എന്ന് പറഞ്ഞ അവർ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒന്ന് പറഞ്ഞേ, അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്കതുകൊണ്ട് ദൈവം പറഞ്ഞേ നന്മ തരും അല്ലേ? തരും. അതെൻ്റെ അല്ല ഞാനീ പറയുന്നത്. പക്ഷെ ഒരു നല്ല വശം ഞാനൊന്ന് പറയുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു ഉദ്ദേശം. നമ്മൾ ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞ പൊന്നുവാസയെ വിളിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശം ഇതാണ്, കുടുംബജീവിതം നയിക്കുന്ന ഇത്ര വർഷമായി ഞങ്ങൾക്ക് അല്ലേ? ശ്രീ എലീശ അവളോട് ചോദിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇത്രയും നാളായിട്ടും അവൾ ആ കാര്യം എലീശായോട് പറഞ്ഞിട്ടില്ല. ആശയം എന്നറിയാവോ? അതിനല്ല അവൾ എലീശായെ വീട്ടിൽ കയറ്റിയതും മുറി പണിതു കൊടുത്തതും അതിൻ്റെ അകത്ത് സംവിധാനങ്ങൾ ഒരുക്കിയതും സ്വാർത്ഥതയൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ നേട്ടം എന്ത് എന്നുള്ളതല്ല. ദൈവത്തെ സ്നേഹിച്ചു, ദൈവ മനുഷ്യനെ ബഹുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നാം എന്തു ചെയ്യുന്നു എന്നതിലല്ല, നമ്മുടെ ഉദ്ദേശം എന്ത് എന്നതിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് എന്നോട് ചേർന്ന വാക്കിന് ആമേൻ പറയാൻ മനസ്സുള്ളവരുടെ കരഞ്ഞൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് എന്നെ പണിതൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നോട് കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്താലും എനിക്കതിൽ പ്രസാദമില്ല. പക്ഷെ ചെയ്യുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധിയിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ പറ, കർത്താവേ, ശുദ്ധ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിച്ചും
അങ്ങയെ ബഹുമാനിച്ചും അങ്ങയെ ആദരിച്ചും അങ്ങേക്കെന്ന വണ്ണം ജീവിക്കാൻ കർത്താവേ പ്രവർത്തിക്കാൻ എനിക്ക് കൃപ തരണമേ, കൃപ തരണമേ. അന്തർഭാഗത്തിലെ സത്യമല്ലോ അംഗീകരിക്കുന്നത്. എല്ലാവരും സ്തോത്രം ചെയ്ത് നിറകണ്ണുകളോട് പറഞ്ഞ്, അന്തർഭാഗത്തിലെ സത്യമല്ലോ അംഗീകരിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ അനുഗ്രഹിപ്പിക്കണമേ. ഇന്ന് പകൽ എന്നെ കർത്താവ് ശുദ്ധീകരിക്കട്ടെ. ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഞാനും ഈ വചനത്തിൽ നിന്ന് പുറത്തല്ല, ഈ വചനത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ, എന്നെ ഒന്ന് പണിയാൻ ഞാൻ എന്നെ തന്നെ വിധേയപ്പെട്ടു കൊടുക്കുന്നു. എത്ര പേരാധരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറയും, കർത്താവേ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞാനത് പറയാനല്ല വന്നത്, അതിനൊരു അടിസ്ഥാനം ഇട്ട് വരാം. എലീശ പറഞ്ഞു, അടുത്ത വർഷം നിനക്ക് അടുത്ത ആണ്ടിൽ ഈ സമയത്തൊരു കൃത്യം ഒരു കുഞ്ഞുണ്ടായി. പക്ഷെ ആ കുഞ്ഞ് എന്നൊരു പ്രതിസന്ധി ഉണ്ടായി. ആ കുഞ്ഞ് മരിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോഴേ അപ്പൻ്റെ കൂടെ വായിലിരിക്കുമ്പോൾ എൻ്റെ തല എൻ്റെ തല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം വേലക്കാരൻ്റെ കൂടെ വീട്ടിൽ പറഞ്ഞു വിട്ടു, കുഞ്ഞ് മരിച്ചു. ഏലീശായുടെ ബെഡിൽ ആ കുഞ്ഞിനെ കിടത്തിയിട്ട് ഈ സഹോദരി ഏലീശായെ തേടി വരികയാണ്. ദൂരവേ നിന്ന് ഏലീശ അവളെ കണ്ടു. ഗേഹസിയോട് പറയുന്നു, ശൂനേമിലെ നമ്മുടെ സഹോദരി വരുന്നുണ്ട്, നീ ഓടിച്ചെന്ന് അവളോട് ചോദിക്കേ, സുഖാണോ? ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. സുഖാണോ? കുഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു. ഗേഹസി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഏലീശായുടെ അടുക്കൽ ചെന്ന് അവളെ കാലിലോട്ട് വീണ് കണ്ണുനീര് വാരി എറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, കരയുകയാണ്. ഗേഹസി അവളെ പിടിച്ചു മാറ്റാൻ ചെന്നു. അപ്പോൾ ഏലീശ പറയുന്നൊരു പദം എന്നെ ത്രസിപ്പിച്ചിട്ടുണ്ട്, അവളെ വിട്. അവൾക്ക് വലിയ മനോവസനമുണ്ട്. ആ കാര്യം യഹോവ എനിക്ക് മറച്ചു വെച്ചിരിക്കുന്നു. ആരാം രാജാവ് അവൻ്റെ ശയനഗ്രഹത്തിൽ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനാമുറിയിൽ വെളിപ്പെട്ട് ഇസ്രായേൽ രാജാവിനോട് ദൂത് പറയുന്ന ഉന്നത പ്രവാചകനായ ഏലീശായ്ക്ക് പോലും അവളുടെ മാനസിക വ്യത ദൈവം മറച്ചു വെച്ചു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ആരോടും തുറന്നു പറയാൻ കഴിയാത്ത, ചിലരെങ്കിലും ആർക്കും വെളിപ്പെടാത്ത, അല്ലേ കർത്താവേ, ആ ദൈവദാസൻ വന്നിട്ട് ഒരു ദൂത് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നോട് സംസാരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ട് ഒരു വാക്ക് പോലും എന്നോട് ഇടപെട്ടില്ലല്ലോ. ഒരു സ്തോത്രം എന്ന് പറയാം. ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? എന്നെക്കാൾ എത്രയോ പ്രശ്നം കുറവുള്ളവരുടെ അടുക്കൽ ചെന്ന് ആ ദൈവദാസൻ സംസാരിച്ചു. രാമേൻ എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിതുപോലെ നീറിപ്പുകഞ്ഞ് ഒരു വാഗ്ദത്തം എനിക്ക് കിട്ടിയില്ലല്ലോ. ഒരാമേനെന്ന് പറഞ്ഞു. ഞാനീ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് ചില ദൂത് ഞാനങ്ങ് പറയുകയാണ്. അവരെ കുറ്റം പറയരുത്. ആ വന്നയാൾ മോശമായിട്ടല്ല. ഒരാമേനൊന്ന് പറ. ദൈവം ആ കാര്യം മറച്ചു വെച്ചു. ദൈവം അത് വെളിപ്പെടുത്തിയില്ല. ഒരു നല്ല ആമേനെന്ന് പറ. ആ വെളിപ്പെടുത്താതിരിക്കുന്നതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അതിൻ്റെ അർത്ഥം ഞാൻ പറയുകയാണ്. അവർക്ക് കൃപയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ശുശ്രൂഷ ഇല്ലാഞ്ഞിട്ടല്ല. ചിലപ്പോൾ ആർക്കും വെളിപ്പെടാത്ത, ആർക്കും മനസ്സിലാകാത്ത ചില സ്വകാര്യ വ്യതകളിലൂടെ നമ്മൾ കടന്നു പോകാൻ ദൈവം അനുവദിച്ചെന്ന് വരാം. പരിശുദ്ധാത്മാവ് പറയുന്നെന്നാൽ അതിന്റെ പിൻപിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കാനാവിലെ കല്യാണ വീട് അല്ലേ, പുറമേ മോടിയുള്ളതാ. ധാരാളം പേര് ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. വരുന്നവരെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ധാരാളം പേര് ആ വീട്ടിൽ നിന്ന് ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. പോകുന്നവരെ നിറചരിയോടെ അവർ യാത്രയാക്കുന്നുണ്ട്. പക്ഷെ വരുന്നവരോടും പോകുന്നവരോടും ആത്മാഭിമാനം നിമിത്തം തുറന്നു പറയാൻ കഴിയാത്തൊരു സ്വകാര്യ വ്യത ആ വീട്ടുകാരുടെ അകത്തുണ്ട്.
പക്ഷെ എൻ്റെ പ്രിയ കർത്താവ് വ്യത അറിയുക മാത്രമല്ല, അതിന് പരിഹാരവും വരുത്തിയ ദൈവമാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മാഭിമാനം നിമിത്തം ആരോടും തുറന്നു പറയാൻ കഴിയാത്ത കർത്താവേ ഇത് ആരോട് ഞാൻ പറയും എന്ന് ഷെയർ ചെയ്യാൻ കഴിയാത്ത ദൈവാത്മാവ് അതിശക്തമായി എന്നോട് ഇടപെടുന്ന, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ചില സ്വകാര്യ വ്യഥകളിലൂടെ കടന്നു പോകുന്ന വ്യഥകളിൽ വീർപ്പുമുട്ടുന്ന ചിലർ ഇന്ന് പകൽ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ സ്വകാര്യ വ്യഥ അറിയുക മാത്രമല്ല, അതിന് പരിഹാരം വരുത്താൻ വിശ്വസ്തനായൊരു ദൈവം ഇന്ന് പകൽ ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ളവരെ കരമടിച്ച് അധരങ്ങൾ തുടർന്ന് അല്പനിമിഷം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവാത്മാവ് അതിശക്തമായി വചനത്താൽ ചിലരെ വിവേചിക്കുന്നു. കർത്താവ് ഇന്ന് പകൽ ചിലരെ ധൈര്യപ്പെടുത്തുന്നു. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ഈ പദത്തിന് അടിവരയിട്ടു. ആത്മാഭിമാനം നിമിത്തം ആരോടും തുറന്നു പറയാൻ കഴിയാത്ത നിങ്ങളുടെ ചില സ്വകാര്യ വ്യഥകളിൽ സർവശക്തന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് ഉറപ്പായി ഇന്ന് പകൽ സംസാരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അവനും മകനും കൂടെ മോറിയാമലയുടെ കയറ്റം കയറുകയാണ്. അവസാനം മലയുടെ മുകളിലെത്തി. പ്രിയപ്പെട്ടവരെ, മോറിയായിൽ അതിനു മുമ്പ് ഒരു യാഗം നടന്നിട്ടേയില്ല. കർമ്മേലിൽ ഏലിയാവിന് യാഗപീഠം പുതുക്കി പണിയേണ്ടതായിട്ടേ വന്നുള്ളൂ. ഒരാമേനൊന്ന് പറ. പക്ഷേ മോറിയായിൽ യാഗപീഠം പുതുക്കി പണികയല്ല. ഉൽപ്പത്തി 22 വായിക്കുന്നത്, അബ്രഹാം കല്ല് പെറുക്കി യാഗപീഠം പണിതു. അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് അവളൊരു യാഗം നടന്നിട്ടില്ല. ഈ അബ്രഹാം കല്ല് പെറുക്കി യാഗപീഠം പണിതുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ധാരണ പറയാം, എൻ്റെ ചിന്ത പറയാം. ഇസ്ഹാക്കിൻ്റെ കണ്ണു നോക്കുന്നത് അപ്പം പറഞ്ഞായിരുന്നു, ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടുംകുട്ടിയെ കരുതുവെന്ന്. ദൈവം കരുതിയ ആടെവിടെ? അതായിരിക്കാം ഇസ്ഹാക്കിൻ്റെ കണ്ണ് പരതുന്നത്. പക്ഷേ ഹോമയാഗത്തിൻ്റെ പണി പൂർത്തീകൃതമായപ്പോൾ അബ്രഹാം മകനോട് പറയുന്നു, ഇനി ആ സത്യം മകൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ പറ്റില്ല. നീയാണ് ആ യാഗവസ്തു. നിങ്ങൾ ആ സന്ദർഭം നിങ്ങളുടെ മുൻപിലേക്കൊന്ന് കൊണ്ടുവന്നേ. നീയാണ് ആ യാഗവസ്തു എന്ന് അപ്പൻ മകനോട് വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സത്യത്തിൻ്റെ മുൻപിൽ ഇസ്ഹാക്ക് വിധേയപ്പെട്ടു കൊടുത്തു. വിധേയപ്പെട്ടവൻ്റെ കൈകാലുകൾ കെട്ടി അവനെ യാഗപീഠത്തിൽ കിടത്തി. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ ഞാൻ ചോദിക്കുന്നു, സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുത്തിട്ടുണ്ടോ? എത്ര പേര് അധരം തുറന്നു ദൈവത്തോട് പറയും, കർത്താവേ എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിടരുതേ, എൻ്റെ താല്പര്യത്തിന് വിട്ടുകൊടുക്കരുതേ. ഒറ്റ ജീവിതമേ എനിക്കുള്ളേ, അതൊരു കൊച്ചു ജീവിതമാണ്. അതെങ്ങനെങ്കിലും ജീവിച്ചു തീരാതെ അങ്ങയുടെ സമ്പൂർണ്ണ ഹിതത്തിന് എന്നെ തന്നെ വിധേയപ്പെടുത്തി തരുന്നു എന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ ഒന്ന് വിളിച്ചു പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? പ്രിയരെ, അവരെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. സമ്പൂർണ്ണ ദൈവഹിതത്തിന് ഇന്ന് പകൽ വിധേയപ്പെട്ടു കൊടുക്കുക. നാളുകളായി വെളിപ്പെടുത്തപ്പെട്ട സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുക്കാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, സമ്പൂർണ്ണ ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുക്കുക. നമ്മെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും.
മകനെ ഹോമയാഗപീഠത്തിൽ കിടത്തി നിറകണ്ണുകളോടെ, തുടിക്കുന്ന ഹൃദയത്തോടെ, വിതുമ്പുന്ന ചുണ്ടുകളോടെ ആ വന്യവയോധികൻ അന്തരീക്ഷത്തിലേക്ക് കത്തി ഉയർത്തുമ്പോൾ ദൈവശബ്ദം വരുന്നു, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ശ്രദ്ധിച്ചു കേട്ടി. ഇതെന്നാ ഒരു ഡ്രാമയാണോ? ഒരാമേനൊന്ന് പറഞ്ഞു. ഇതെന്നാ ഒരു ഡ്രാമയാണോ? 3 ദിവസം ഒരു മനുഷ്യനെ എരുതിക്കകത്തൂടെ നടത്തിയിട്ട് എന്നാ പിന്നെ വേണ്ടെന്ന് പറയാനാണെങ്കിൽ ഈ തീ തീറ്റിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരാമേനൊന്ന് പറഞ്ഞ്. ഇങ്ങനെ വേണ്ടെന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്തിനായി വേദന കെടുത്തത്? ഞാനൊരു കാര്യം വിളിച്ചു പറയാം. അത് പറയുമ്പോൾ നിങ്ങൾക്കല്പം വേദന തോന്നും. ദൈവം ആരെയും പൊട്ടുകളിപ്പിക്കുന്നത് ദൈവമല്ല. വെറുതെ വേദന തരികയല്ല, വെറുതെ കണ്ണ് നനയാൻ സമ്മതിക്കുകയല്ല. കണ്ണ് നനയാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ, ശോധന ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അധരം തുറന്നു സ്തോത്രം ചെയ്തു പറ, ഇതിന്റെ പിൻപിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആർത്ത് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് വിശ്വാസത്തോടെ അത് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവാത്മാവ് ഇന്ന് പകൽ ചിലരുടെ തലയിൽ കൈവച്ചെന്ന് വേണം ഈ ദൈവാലോചന കൈമാറുന്നു. ദൈവത്താൽ അനുവദനീയമായ ശോധനകളുടെ പിറകിൽ, വേദനകളുടെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. എന്താ പ്രിയരെ ഇതിന്റെ പിന്നിലെ ദൈവോദ്ദേശം? ഞാൻ കൽപ്പിക്കുന്ന ഇടത്ത്, നിനക്ക് തോന്നുന്നിടത്തല്ല. മകനെ ഹോമയാഗം കഴിക്കാൻ പറഞ്ഞ് അവിടെ വന്ന് കൈകാലുകൾ കെട്ടി യാഗപീഠത്തിൽ കിടത്തുമ്പോൾ എന്തിനാ ദൈവം വേണ്ടെന്ന് പറഞ്ഞത്? എന്തിനായി 3 ദിവസം ദൈവം എരുതിയിലൂടെ അബ്രഹാമിനെ നടത്തിയത്? എരുതിയിലൂടെ അബ്രഹാമിനെ ദൈവം നടത്താൻ കാരണം 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് ഒന്ന് വരെ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദും വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. കരമുയർത്തിയൊരു നല്ല ആമേൻ എന്ന് പറഞ്ഞേ. സന്തോഷത്തോടെ ശക്തിയോടെ കരമുയർത്തിയൊരു ആമേൻ പറയാം. യെരൂശലേം ദൈവാലയം പണിതത് മോറിയ പർവ്വതത്തിലാണ്. ഇനി വേദപുസ്തകത്തിലേക്ക് ആരും നോക്കാതെ എന്നെ ഒന്ന് നോക്കിയിരുന്നു, വ്യക്തമാക്കി തരും. ഈ മോറിയ പർവ്വതത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നു, തിരുവെഴുത്ത് പറയുന്നു, അത് ഓർന്നാന്റെ കളമാണ്. 2 അത് ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലമാണ്. ദാവീദിന്റെ മകനായ ശലോമോനാണ് യെരൂശലേം ദൈവാലയം പണിതത്. യെരൂശലേം ദൈവാലയം പണിതത് മോറിയ പർവ്വതത്തിൽ. അതിന് വിശേഷമായൊരു പേര് ഓർന്നാന്റെ കളം. ഇനി എന്താ ഓർന്നാന്റെ കളമെന്ന് ഓടിച്ചു പറയാം. ദാവീദ് രാജാവായപ്പോൾ 1 ദിനവൃത്താന്തം 21 ഞാൻ പറയുന്നത്, വായിക്കണ്ട. ദാവീദ് രാജാവായപ്പോൾ ദാവീദിനൊരു ആഗ്രഹം, ജനത്തെ ഒന്ന് എണ്ണണം. സൈന്യാധിപൻ യോവാബാണ്. യോവാബിനോട് പറഞ്ഞു, ജനത്തെ എണ്ണാൻ പറഞ്ഞു. രാജാവിനോട് യോവാബ് പറഞ്ഞു, അരുത് രാജാവേ, ജനത്തെ എണ്ണരുത്. പക്ഷെ രാജാവിൻ്റെ കൽപ്പന സൈന്യാധിപൻ അനുസരിക്കേണ്ടി വന്നു. എണ്ണിക്കൊണ്ട് തുക കൊടുത്തു. പക്ഷെ എണ്ണിയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞേ. എണ്ണിയത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ഗാദ് പ്രവാചകനെ ദാവീദിന്റെ അടുക്കൽ വിട്ടിട്ട് പറഞ്ഞു, ജനത്തെ എണ്ണിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 3 ശിക്ഷകൾ ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. ഇതിലേത് വേണമെന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒന്നാമത്തേത് അറിയാവുന്നവരൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, 3 വർഷത്തെ മഹാക്ഷാമം. 3 മാസം നിന്റെ ശത്രുക്കൾ നിന്റെ പിറകെ വന്ന് നിന്നെ പീഡിപ്പിക്കും. 3 ദിവസത്തെ മഹാമാരി. ഇതിലേതു വേണം? ദാവീദ് ദൈവത്തോട് പറയുന്നു, ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴല്ലേ.
യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. രണ്ട് ചിന്തകൾ ഞാൻ അവിടെ പറയാം. ദൈവമേ, 3 മാസം എൻ്റെ ശത്രുക്കൾ എൻ്റെ പിറകെ വന്നെന്നെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴരുത്, യഹോവയുടെ കയ്യിൽ വീഴട്ടെ. രണ്ടാമത്തെ ആശയം ഞാൻ പറയാം. ദൈവമേ, പറ്റിപ്പോയി, കരുതിക്കൂട്ടി ചെയ്തതല്ല ദൈവമേ, അങ്ങനെ സംഭവിച്ചു പോയി, എന്നോട് കരുണ കാണിക്കണേ. മുൻപൊരിക്കൽ എൻ്റെ ജീവിതത്തിൽ അപജയങ്ങൾ സംഭവിച്ചപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ കരുണ കാണിച്ച ദൈവമേ, ഈ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കണമേ. ഞാൻ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്ത് പറ, കർത്താവേ, എൻ്റെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മക്ഷവും നീക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. ഈ യോഗത്തിൽ എന്നെ കഴുകണമേ. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ ഒരു സമ്പൂർണ്ണ ശുദ്ധീകരണത്തോടെ മടങ്ങിപ്പോകാൻ എനിക്ക് കൃപ തരണം. അധരം തുറന്ന് എന്നോട് ചേർന്ന് അങ്ങനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ദാവീദ് ദൈവത്തോട് പറയുന്നു, ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴല്ലേ, യഹോവയുടെ കയ്യിൽ വീഴട്ടെ. ദൈവം 3 ദിവസത്തെ മഹാമാരി അയച്ചു. 3 ദിവസത്തെ മഹാമാരി അയച്ച് 70,000 പേര് വീണുപോയി. ഒരു നാശക ദൂതൻ യെരൂശലേമിന് നേരെ വാൾ ഊരിപ്പിടിച്ചു നിൽക്കുന്നു. ദൈവം ദാവീദിനോട് പറഞ്ഞ, ദൂതൻ നിൽക്കുന്ന സ്ഥലം നീ വിലയ്ക്ക് വാങ്ങണം. ദൂതനെ തൊട്ടൊരു കല്ലിട്ടാൽ കല്ല് വന്ന് വീഴുക ഓർന്നാൻ്റെ കളത്തിലാണ്. ഓർന്നാനും തൻ്റെ 4 മക്കളും കൂടെ ദൂതനെ കണ്ടിട്ട് ഒളിച്ചിരിക്കുകയാണ്. ദാവീദ് ആ സ്ഥലം വിലയ്ക്ക് വാങ്ങി. 600 ശേക്കൽ പൊന്നുകൊടുത്ത സ്ഥലം വിലയ്ക്ക് വാങ്ങി. അവിടെ ഹോമയാഗപീഠം പണിതു, ദൈവത്തിന് യാഗമർപ്പിച്ചു. യാഗത്തിൽ പ്രസാദിച്ച ദൈവം നാശക ദൂതനോട് പറഞ്ഞു, നിന്റെ വാൾ ഉറയിലിടുക. അങ്ങനെ യെരൂശലേമിന് വരേണ്ടിയ ന്യായവിധി മാറിയ സ്ഥലമാണ് ഓർന്നാൻ്റെ കളം. അത് മാനവജാതിയുടെ മുഴുവൻ ന്യായവിധി മാർത്തിയ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് നിഴലാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിനോട് ചേർന്ന ആ വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവത്തിന് സ്തോത്രം. യെരൂശലേമിന് വരേണ്ട ന്യായവിധി മാറിയ സ്ഥലമാണ് ഓർന്നാൻ്റെ കളം. ഞാൻ എൻ്റെ മറുവശം കൂടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. പ്രിയപ്പെട്ടവരെ, എണ്ണുന്നത് തെറ്റാണോ? ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ. എണ്ണുന്നത് ഇതുപോലെ ഗുരുതരമായ തെറ്റാണോ? അല്ല. ദൈവം തന്നെ എണ്ണിയതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, സംഖ്യാപുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ വേദപുസ്തകത്തിലുണ്ട്, അല്ലേ? അപ്പൊ ദൈവം എണ്ണിയിട്ടില്ലേ? 2 പ്രാവശ്യം എണ്ണിയിട്ടുണ്ട്. എണ്ണാൻ പറഞ്ഞിട്ടില്ലേ ദൈവം? നിങ്ങൾ എന്നോട് വരുന്നില്ല. സ്തോത്രം പറഞ്ഞത് ദൈവം 2 പ്രാവശ്യം എണ്ണാൻ പറഞ്ഞു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിന്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതി, സംഖ്യ 1 ഞാനീ പറയാം, സീനായി മരുഭൂമിയിൽ വെച്ച് ദൈവം മോശയോടും അഹരോനോടും പറയുന്നു, ഇസ്രായേൽ പുരുഷ പ്രജകളിൽ 20 വയസ്സിന് മുകളിലോട്ടുള്ളവരെ എണ്ണണം. നല്ല ആമേൻ പറഞ്ഞു. എന്തിനാ? അപ്പൊ എണ്ണിയപ്പോൾ എത്രയുണ്ടായിരുന്നു തുക? സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 32 എൻ്റെ ചിന്ത. എല്ലാവരും ഒന്ന് വന്നേ, സന്തോഷത്തോടെ ഊർജ്ജസ്വലതയോടെ വന്നേ. എണ്ണിയപ്പോൾ എത്രയുണ്ടായിരുന്നെന്നറിയാമോ? 6,00,000. ഇസ്രായേൽ മക്കളിൽ ഗോത്രമായി എണ്ണപ്പെട്ടവർ ഇവർ തന്നെ. പാളയങ്ങളിൽ ഗണമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേർ. നല്ല ആമേൻ പറഞ്ഞു പറഞ്ഞു. നമ്മൾ പാടാറില്ലേ, 600,000 ആയൊരു കൂട്ടത്തെ, അല്ലേ? 600,000 ആയൊരു കൂട്ടത്തെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്. അപ്പൊ എത്രയുണ്ട്? 6,03,550. എന്തിനാ ദൈവം എണ്ണാൻ പറഞ്ഞ്? എണ്ണാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഇതിലൊരാണ്ടരിയെപ്പോലും തരത്തില്ലെന്ന് പറഞ്ഞതാ ഫറവോൻ.
ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്നത് ഒരു ആൺകുഞ്ഞാണെങ്കിൽ അവരെ കൊന്നുകളയണമെന്ന് നിയമം പാസാക്കിയ ഫറവോന്റെ നാട്ടിൽ നിന്ന് 6,3550 എണ്ണത്തെ കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ട പശുക്കിടാക്കളെ പോലെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കാനാ എന്റെ ദൈവം എണ്ണാൻ പറഞ്ഞത്. അധരം തുറന്ന് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഉൽപ്പത്തി 15 ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, അബ്രഹാമേ, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കും, 400 സംവത്സരം അവരവരെ സേവിക്കും. എന്നാൽ 4ാം തലമുറ, ഒരു നല്ല ആമയും പറഞ്ഞു പറ, 4ാം തലമുറ ഇവിടേക്കും മടങ്ങി വരും. തലമുറയെ മടക്കി വരുത്തുമെന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഷ്ടപിശാചേ ഫറവോനെ, നീ ആ വംശത്തെ, നീ ആ തലമുറയെ ഇല്ലാതാക്കാൻ നോക്കിയാൽ തിരുവെഴുത്ത് പറയുന്നവർ പീഡിപ്പിക്കുന്നോറും ജനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. കൃപ ലഭിച്ചു പറ, ആധാരം തുറന്നു സ്തോത്രം ചെയ്തു പറ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ, ദൈവിക നിർണയങ്ങളെ, ദൈവിക പദ്ധതികളെ അട്ടിമറിക്കാൻ ഒരു ദുഷ്ടശക്തികൾക്കും സാധ്യമല്ല, ഒരു ഭരണ സ്വാധീനങ്ങൾക്കും സാധ്യമല്ല, ഒരു മാനുഷിക അജണ്ടകൾക്കും സാധ്യമല്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഈ പകൽ ദൈവിക വാഗ്ദത്തങ്ങളെ തകർക്കാൻ, തലമുറകളുടെ ഭാവിയെ ഉടയ്ക്കാൻ ദുഷ്ടശക്തികൾ തയ്യാറാക്കിയിരിക്കുന്ന അവന്റെ കെണികളെ പൊട്ടിച്ച് ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന പകലായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ കരമടിച്ചാധരങ്ങൾ തുറന്ന് അല്പനിമിഷ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ആത്മിക ദൂത് നിങ്ങളോട് പറയാം. ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോ. ദൈവം പിശാചിന് തിരിച്ചടി കൊടുക്കുന്ന ദൈവമാണ്. എന്തിനായി മിസ്രൈമിൽ നിരപരാധികളായ ഇസ്രായേൽ മക്കളുടെ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ ഫറവോൻ തയ്യാറായി? അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. പക്ഷെ അതിന്റെ മറുവശം ഞാൻ പറയാം. ഇതൊരു ആത്മീക പോരാട്ടമാണ്. ഇതെവിടെ തുടങ്ങിയതാണെന്നറിയാമോ? ഏദനിൽ തുടങ്ങിയതാ. സർപ്പത്തിൻ്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കും എന്ന് ദൈവിക വാഗ്ദത്തം മുഴങ്ങിയപ്പോൾ മുതൽ ദുഷ്ടപിശാച് അവൻ്റെ തല തകർക്കേണ്ട ദൈവപുത്രൻ വരാതിരിക്കാൻ അവൻ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തിരുവെഴുത്തിൽ വായിക്കുന്നത്, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. നല്ല ആമേൻ എന്ന് പറഞ്ഞ, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി ഹാബേലിനെ കൊന്നതുപോലെ. അപ്പൊ കൊലപാതകത്തിന്റെ പിറകിൽ, കയീനെ ആ നിലയിൽ ഉപയോഗിച്ചതിന്റെ പിറകിൽ പിശാചിന്റെ കരങ്ങളുണ്ട്, അവന്റെ സ്വാധീനങ്ങളുണ്ട്. എന്തുകൊണ്ട്? ദൈവിക വാഗ്ദത്തങ്ങളെ അടച്ചു കളയാൻ ദുഷ്ടശക്തികൾ ഒരുക്കിയ വഞ്ചനയുടെ കെണിയായിരുന്നു അത്. പക്ഷെ ദൈവം അതിനെ പൊളിച്ചു. ആദാമിന് അടുത്ത മകനെ ദൈവം കൊടുക്കുന്നു, ശേത്ത്. ഒരു നല്ല ആമേൻ പറ. ശേത്തിന്റെ മകനായ ഏനോശ്. ഏനോശിന്റെ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അങ്ങനെ ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ ഒരു വംശത്തെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. തെരഞ്ഞെടുക്കാനൊരു വംശത്തെ വാർത്തെടുക്കാൻ തീരുമാനിച്ചു. അതിനൊരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തു. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്രഹാം. അബ്രഹാമിന്റെ സന്തതി പരമ്പരകളായി ഇസ്രായേൽ. ഇസ്രായേലിനെ ദൈവം എന്തിനാ മെനഞ്ഞേ? ദൈവത്തിന്റെ പദ്ധതി എന്താ? ഒട്ടനവധി ദൈവിക പദ്ധതികളുണ്ട്. അതിൽ പ്രബലമായ, ഏറ്റവും ഉന്നതമായ പദ്ധതി റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ജഡപ്ര
ഒരു നല്ല ആമേൻ പറ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ വന്നത്. ഇപ്പൊ സർപ്പത്തിന്റെ തല തകർക്കണ്ട ദൈവപുത്രനെ ലോകത്തിന് കൊടുക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനവിഭാഗമാണ് ഇസ്രായേൽ. ഒരു നല്ല ആമേൻ പറഞ്ഞ്. അപ്പം ഹാബേലിൽ ഉന്നം വെച്ചു തുടങ്ങിയ പിശാച് അവൻ്റെ ലക്ഷ്യം മുഴുവൻ പിന്നെ ഈ വംശമായി. നിങ്ങളെല്ലാവരും എന്നോട് വന്നേ. കാരണം ക്രിസ്തു ജഡപ്രകാരം വരേണ്ടത് ആരിൽ നിന്നാണ്? പറ, ഇസ്രായേൽ. അപ്പം ഈ വംശമില്ലാതെയായാൽ, അപ്പം പിശാച് നമ്മൾ ഈ പഴയ നിയമത്തിൽ ഓരോ സംഭവങ്ങൾ എടുക്കുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. അതിൻ്റെ പിറകിലൊക്കെ പൈശാചിക കുബുദ്ധിയുണ്ട്, പിശാചിൻ്റെ പദ്ധതികളുണ്ട്. ആ ഇസ്രായേൽ എന്ന വംശത്തെ ഇല്ലാതെയാക്കാൻ ഒട്ടനവധി പദ്ധതികൾ പിശാച് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പ്രബലമായ പദ്ധതിയായിരുന്നു മിസ്രൈമിൽ നടന്നത്. ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്നത് ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ കൊന്നു കളഞ്ഞാൽ പിന്നെ പെൺകുഞ്ഞുങ്ങൾ മാത്രം അവശേഷിക്കും. അവർ വളർന്നു വരുമ്പോൾ അവർ വിവാഹം നടക്കണം. അങ്ങനെ വിവാഹം നടക്കുമ്പോൾ ഇവരില്ലാത്തത് കൊണ്ട്, ഇവർക്ക് പുരുഷ സന്തതികൾ ഇല്ലാത്തത് കൊണ്ട് പിന്നെ മറ്റ് മിസ്രൈമ്യരുമായി മറ്റു ജാതികളുമായി ഇടകലർന്ന വംശം തന്നെ ഇല്ലാതാകും. ഒരു നല്ല ആമയും പറഞ്ഞ് അങ്ങനെ ആ വംശത്തെ, ഞാൻ അടുത്ത പാദത്തിലേക്ക് വരുന്നുണ്ട്, ആ വംശത്തെ ഇല്ലാതെയാക്കാൻ പിശാച് മിസ്രൈമിൽ കെണികൾ ഒരുക്കി. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വരാം. മിസ്രൈമിൽ പിശാച് പരാജയപ്പെട്ടു. അടുത്തതിലേക്ക് പിന്നെ ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. പക്ഷേ അവൻ്റെ പദ്ധതി അവൻ എസ്തേറിൻ്റെ പുസ്തകത്തിൽ തയ്യാറാക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ എസ്തേറിൻ്റെ പുസ്തകം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് മൊർദെഖായിയും എസ്തേറും നമ്മൾ. ഒരാമേനെന്ന് പറ. പിന്നെ ഹാമാൻ എന്ന് പറയുന്നത് നമ്മൾ എതിരുള്ളവർ. അത് തെറ്റാണെന്നല്ല, നമ്മൾ അങ്ങനെയാണ്. പക്ഷേ അതിനൊരു മറുവശം കൂടെ ഉണ്ട്. ഇത് മൊർദെഖായിയും ഹാമാനും തമ്മിലുള്ള വ്യക്തിപരമായ ഏറ്റുമുട്ടലല്ല. ഒരു നല്ല ആമേൻ പറ. അതിൻ്റെ പിറകിലൊരു പൈശാചിക അജണ്ടയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അവിടെ ആ ഭാഗമൊക്കെ ഒന്ന് വായിച്ചാൽ അധരം തുറന്ന് ഒത്തിരി ദൈവത്തിന് സ്തോത്രം പറയും. അവിടെ ദൈവത്തിന് സ്തോത്രം. ഹാമാൻ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും, അല്ലേ, ഇസ്രായേൽ വംശം ആ സാമ്രാജ്യത്തിലെമ്പാടും പാർക്കുന്ന യഹൂദ വംശത്തെ മുഴുവനില്ലാതെയാക്കാൻ ദൈവത്തിന് സ്തോത്രം ഹാമാൻ പദ്ധതി തയ്യാറാക്കിയാണ്. പക്ഷെ ദൈവം എത്ര വിശ്വസ്തനാണ്! ഒന്ന് സ്തോത്രം ചെയ്തേ. അവിടെ നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു. മൊർദെഖായി പറയുന്നത്, ഈ കാലത്തിനായിട്ടല്ലയോ. അതരം തുറന്ന് ആമേൻ പറയാൻ മനസ്സുള്ളവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ കാലത്തിനായിട്ടല്ലയോ നീ രാജ്ഞി സ്ഥാനത്തേക്ക് വന്നത്. ദൈവമേ, എസ്തേറിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവിടെ നടന്നതൊന്നും യാദൃച്ഛികമല്ല പ്രിയരെ, അല്ലേ? അഹശ്വേരോശ് രാജാവ് വലിയ വിരുന്ന് കഴിച്ചു. വിരുന്നൊക്കെ ഞാൻ ഒന്ന് രണ്ട് വിശദീകരണം. വിരുന്നൊക്കെ കഴിച്ചു. കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, അടുത്ത കുറച്ച് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വിരുന്ന്. അതിനിടയ്ക്ക് തനിക്കൊരു ആഗ്രഹം. തൻ്റെ ഭാര്യയെ, ഈ വിരുന്ന് വിശിഷ്ടാതിഥികളാണ് അവിടുത്തെ വിരുന്നിൽ, അവരുടെ മുമ്പിൽ തൻ്റെ ഭാര്യ എത്ര സുന്ദരിയാണെന്ന്. സത്യം പറഞ്ഞാൽ വന്നവരിക്കുന്നവരെല്ലാം വിശിഷ്ടാതിഥികളല്ലേ? ഒരു ആമയും പറ. സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും ഒക്കെ എത്രയോ വർഷങ്ങളായി ഇങ്ങേര് രാജാവ് അദ്ദേഹം ഇതുമായി നിരന്തരം കൂടിയാലോചന നടത്തുകയും അടുത്തിടപഴകുകയും ചെയ്യുന്നവരാ ഇവരൊക്കെ. അവർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറിയില്ലേ? ഒരാമേനൊന്ന് പറ. അറിയാം. പക്ഷെ അന്നൊരാഗ്രഹം. അപ്പം ഈ വസ്തി പറഞ്ഞു, ഞാൻ വരികയില്ല. വരികയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹമേ കൂടെ ഉണ്ടായിരുന്നോട് ചോദിക്കുക, ഞാൻ എന്നാ ചെയ്യണ്ടേ? സത്യം പറയാം, കൂടെയുള്ളവർ ചൊവ്വുള്ളവരായിരുന്നെങ്കിൽ, അല്ലേ, കൂടെയുള്ളവരെ അവരെന്നാ പറയണ്ടേ? എൻ്റെ പൊന്നു രാജാവേ, ഇതുപോലത്തെ ഒരു ഭാര്യയെ കിട്ടിയല്ലോ. കാരണം ഇതത്ര നല്ല കാലമല്ല. കുലീനത്വമുള്ള ഒരാളും ഇങ്ങോട്ട് ഈ സമയത്ത് വരില്ല.
അതുകൊണ്ട് ഇത്രയും വിവേകപൂർണവതിയായ ഒരു ഭാര്യയെ കിട്ടിയതിൽ ഭാഗ്യവാനാണെന്നല്ലേ പറയണ്ടേ? പക്ഷെ അവർ എരുതിയിലേക്ക് അല്പം എണ്ണയും കൊണ്ട് എടുത്തൊഴിച്ചു. എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്കും കൂടെ നാണക്കേടായിപ്പോയി. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഞങ്ങൾക്കും കൂടെ, ഞങ്ങൾ ഇനി മനുഷ്യരുടെ മുഖത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ ചെന്ന് എങ്ങനെ? ഞാൻ ചോദിക്കുന്നത്, അടുത്തൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജാവ് ഒരു നിയമം പാസാക്കി. മേത്യരുടെയും പാർസരുടെയും നിയമം അനുസരിച്ച് അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ പിന്നെ ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല. നിങ്ങളൊരു നല്ല ആമയും പറഞ്ഞേ. വസ്തിയെ മാറ്റിയിട്ട് അങ്ങനൊരു ഉത്തരവ് രാജാവ് പുറപ്പെടുവിച്ചു. അടുത്ത് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു. പിന്നെ പുള്ളിക്ക് മനസ്താവുമായി. ഒരു നല്ല ആമയും പറ. വേണ്ടായിരുന്നു, അവന്മാർ പറഞ്ഞതിന് അത്ര പ്രാധാന്യം. ഇപ്പോഴാണ് വികാരം വിവേകത്തിന്. ഒരു നല്ല ആമയും പറഞ്ഞേ. വേണ്ടായിരുന്നു. പക്ഷെ വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടും തനിക്കതിന് ക്രമീകരണം വരുത്താൻ കഴിയാത്തതുപോലെ നിയമം ഉറപ്പിക്കപ്പെട്ടു പോയി. എൻ്റെ ചോദ്യം, ഇതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിച്ച ശക്തി ഏതാ? ഒരു നല്ല ആമേനൊന്ന് പറ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചലിച്ച കരമാതാ? അത്യുന്നതനായ നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കരമല്ലേ? ദൈവത്തിന് സ്തോത്രം. വസ്തിയെ എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും ആ സമയത്ത് അവളെ വിളിക്കണമെന്ന് തോന്നിയത്, അവളുടെ ദൈവത്തിന് സ്തോത്രം തൻ്റെ ഭൃത്യന്മാരിലൂടെ ആ നിലകളിൽ സംസാരിച്ചത്, ഒരിക്കലും ഇനി വസ്തിക്കൊരു മടങ്ങി വരവൻ അവസരമുണ്ടാകാതെ എന്നേക്കും അവളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്, എസ്തേരിനെ ആ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്, ഇതിൻ്റെയൊക്കെ പിറകിൽ ചലിച്ചൊരു കരമില്ലേ? അതല്ലേ അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിന്റെ കരം? ഈ സ്ഥാനത്തേക്കല്ലയോ, ഈ കാലത്തിനായിട്ടല്ലയോ ദൈവം നിന്നെ രാജ്യസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അതരം തുറന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു പറയാം. ദൈവിക പദ്ധതികളെ അട്ടിമറിക്കാൻ ദുഷ്ടപിശാചെക്കാലവും അവന്റെ പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടുകൾ പടുത്തുയർത്തി പണിതിട്ടുണ്ട്. പക്ഷെ അവൻ കെട്ടിപ്പൊക്കിയ പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടുകളെ കശക്കിയെറിഞ്ഞ നാളിതുവരെ ദൈവം തന്റെ പദ്ധതികൾ ഈ മണ്ണിൽ നിവർത്തിച്ചിട്ടുള്ളതെങ്കിൽ അതരം തുറന്ന അഭിഷേകന്മാർ, ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ. നമ്മെ കുറിച്ചുള്ള ദൈവിക നിർണയങ്ങൾക്കെതിരെ ഇരുളിന്റെ ശക്തികൾ കെട്ടിപ്പൊക്കിയ അവന്റെ പദ്ധതികൾ എത്ര വലുതെന്ന് തോന്നിയാലും ഇന്ന് പകൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പദ്ധതികൾ ഇടിഞ്ഞു മാറട്ടെ. ആ പദ്ധതികൾ ഇന്ന് പകൽ നിർവീര്യമാകട്ടെ. അതരം തുറന്ന് കൃപ ലഭിച്ചവർ ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്ത് വിളിച്ചു പറ. ഞാൻ നിർണയിച്ചിരിക്കുന്നു, ഞാനത് നിവർത്തിക്കും. ഞാൻ പ്രവർത്തിപ്പാൻ കരം നീട്ടും, ആരത് തടുക്കും. ദൈവിക നിർണയങ്ങളെ തകർക്കാൻ, ദൈവിക പദ്ധതികളെ ഇല്ലായ്മ ചെയ്യാൻ ദുഷ്ടപിശാചേ നിനക്ക് കഴിഞ്ഞിട്ടില്ല, നിനക്കൊട്ട് കഴിയുകയുമില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അഭിഷേകന്മാരായ ദൈവത്തിന്റെ ജനമായ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെ, ഞങ്ങളുടെ തലമുറകൾക്കെതിരെ, ഞങ്ങളുടെ മിനിസ്ട്രിക്കെതിരെ, ഞങ്ങളുടെ ആയുസ്സിനെതിരെ, ഞങ്ങളുടെ ആരോഗ്യത്തിനെതിരെ, ഞങ്ങളുടെ നന്മകൾക്കെതിരെ, ഞങ്ങളുടെ ആത്മീക ജീവിതത്തിനെതിരെ ഇരുളിന്റെ ശക്തികൾ, ദുഷ്ടശക്തികൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന അവന്റെ സകല മതിൽക്കെട്ടുകളെയും അവന്റെ സകല പദ്ധതികളെയും അഴിച്ചു മാറ്റുകയാണ്, തകർത്തു മാറ്റുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഏക കർത്താവും ഏക രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ആ പൈശാചിക പദ്ധതികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ പ്രത്യക്ഷനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില പൈശാചിക പദ്ധതികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായി എന്നോട് പറയുന്നു, മൊർദെഖായി, ഹല്ലേലൂയ, എസ്തറിനോട് പറയുന്നു, ഈ കാലത്തിനായിട്ടല്ലയോ ദൈവം നിന്നെ രാജ്ഞിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധി ഉണ്ടായിട്ട് പരിഹാരം വരുത്തുന്നവനല്ല ദൈവം. പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് പരിഹാരം ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം ചെയ്ത് വിളിച്ചു പറ, ദൈവം പരിഹാരം വരുത്തിയിട്ടുണ്ട്, ദൈവം പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. ദുഷ്ടപിശാച് പടുത്തുയർത്തി അവന്റെ പദ്ധതികൾ എത്ര പ്രബലമെന്ന് തോന്നിയാലും അതിനെ തകർക്കുന്നൊരു ദൈവശക്തിയുണ്ട്. മൊർദെഖായി യഹൂദ വംശക്കാരനാണെങ്കിൽ നീ അവനെ ജയിക്കയില്ലെന്ന് അവന്റെ ഭാര്യ സേറശും അവന്റെ ഭൃത്യന്മാരും പറഞ്ഞതുപോലെ കൃപ ലഭിച്ചവർ അധരം തുറന്നു സ്തോത്രം ചെയ്തു പറ, എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ, ദൈവിക നിർണയങ്ങളെ തകർക്കാൻ ദുഷ്ടപിശാചേ നിനക്ക് സാധ്യമല്ല. എന്റെ ദൈവം നിർണയിച്ചത് നിവർത്തിപ്പാൻ വിശ്വസ്ത. ഇതും കൂടെ ഹൃദയത്തിനകത്ത് എഴുതി വെച്ചോ. വിശ്വാസത്തോടൊന്ന് സ്തോത്രം ചെയ്ത് പറ, ദൈവം പിശാചിന് തിരിച്ചടി കൊടുക്കുന്ന ദൈവമാണ്. കരമുയർത്തി നല്ല ആമേൻ പറഞ്ഞു പറ, ദൈവം പിശാചിന് തിരിച്ചടി കൊടുക്കുന്ന ദൈവമാണ്. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള സംഭവം ഓർത്ത്. സ്വപ്നത്തിൽ യോസേപ്പിന് പ്രത്യക്ഷനായി ദൂതൻ പറയുന്നു, അമ്മയും മോനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പോകാം. ഒരാമയും പറഞ്ഞു. ഇതേ ദൈവം ഇസ്രായേലിന് പ്രമാണം കൊടുക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ആവർത്തനം 17 രാജകീയ പ്രമാണം. അതിൽ ദൈവം പറയുന്നുണ്ട്, രാജാക്കന്മാർക്ക് അധികം കുതിരകളും രഥങ്ങളും. ഒരു നല്ല ആമയും പറഞ്ഞു പറ, പാടില്ല. എന്തുകൊണ്ടാണ് പാടില്ലാത്തത്? അന്നത്തെ ശക്തി, ഈ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന കുതിരകൾ ഉള്ളത് മിസ്രൈമിലാണ്. മിസ്രൈമ്യ പെൺകുതിരകൾ എന്നൊക്കെ വായിക്കുന്നില്ല. യുദ്ധസമർത്ഥരായ കുതിരകൾ ഉള്ളത് മിസ്രൈമിലാണ്. അങ്ങനെ മിസ്രൈമിൽ നിങ്ങൾ പോകാൻ പാടില്ല. കുതിരകളെ വാങ്ങാൻ പോലും പോകാൻ പാടില്ല. ഒരു നല്ല ആമയും പറഞ്ഞു. അയ്യോ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. ഈ മിസ്രൈമ്യ കരുത്തുള്ള കുതിരകളുമായിട്ടൊക്കെ ഇസ്രായേലിനെതിരെ അവർ യുദ്ധത്തിന് വന്നു, ശത്രുക്കൾ. പക്ഷെ ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ദെബോരയുടെ ഒക്കെ കാലം നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ച്, ഒരു കുന്തം പോലും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇസ്രായേൽ 40,000 മധ്യേ കുന്തം. ഞാൻ മറ്റേ നിങ്ങളുടെ നാടൻ ഭാഷയാണ്. അല്ലോ, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുന്തമില്ലേ, അതൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. അതല്ല, ഞാനോട് നിങ്ങളുടെ ഈ പ്രതികരണം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു വാക്കുപോലും, ഞാൻ ഈ വേദവസം പ്രസംഗിക്കുമ്പോൾ വളരെ അതിൻ്റെ അന്തസ്സ് സൂക്ഷിക്കണം ചിന്തിക്കുന്ന ആളാണ്. അങ്ങനെ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. അന്ന് അതൊക്കെയാണല്ലോ ആയുധങ്ങൾ. ആ ആയുധത്തിൻ്റെ കാര്യം ഒന്നുമില്ല. സീസറയും സൈന്യവും വന്ന് 900 ഇരുമ്പ് രഥവുമായിട്ടാണ്. ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 900 ഇരുമ്പ് രഥവുമായി വന്ന സീസറയും സൈന്യത്തെയും തകർക്കാൻ ഒരു കീശോന്തോട് മതിയായിരുന്നു ദൈവത്തിന്. അതിൻ്റെ കുതിരയുടെ കുളമ്പുകളൊക്കെ ദൂതന്മാരിറങ്ങി വെട്ടിക്കളഞ്ഞു. പ്രൈസ് ഗോഡ്. കീശോന്തോട്, പുരാതന നദിയാൻ കീശോന്തോട് അവരെ ഒഴുക്കിക്കൊണ്ടുപോയെന്നാണ്. കീശോന്തോട് വറ്റിക്കിടക്കുന്നത്. അവർ പറഞ്ഞു ഈസി ആയിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ പെട്ടെന്ന് ആ കീശോന്തോട് നിറഞ്ഞു കവിഞ്ഞു. കുതിരകളെ, രഥങ്ങളെ അത് ഒഴുക്കിക്കൊണ്ടുപോയി. ദൈവത്തിന് പ്രവർത്തിക്കാൻ കുതിര വേണ്ട, ദൈവത്തിന് പ്രവർത്തിക്കാൻ രഥങ്ങൾ വേണ്ട. 900 ഇരുമ്പ് രഥവുമായി വന്ന സീസറയും സൈന്യത്തെയും തോൽപ്പിച്ചത് ഇവരുടെ കുതിരയുടെ ശക്തി കൊണ്ടല്ല, ഇവരുടെ ആയുധത്തിന്റെ പെരുപ്പം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അതരം തുറന്നു സ്തോത്രം ചെയ്യാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുന്നത്, ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. അടുത്ത പദമൊക്കെ എത്ര മനോഹര. അവര് കുനിഞ്ഞു വീണുപോയി, ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. അപ്പൊ കുതിരയെ മേടിക്കാൻ പോലും മിസ്രൈമിനുമായിട്ട് ബന്ധം പാടില്ല. നീ കണ്ട മിസ്രൈമിന് ഇനി ഒരു നാളും അങ്ങോട്ടെങ്ങും പോകരുതെന്ന് പറഞ്ഞ ദൈവം പ്രമാണം കൊടുത്ത്
അവിടുത്തെ ദൈവം സ്വന്തം മകന്റെ കാര്യം വന്നപ്പോൾ പറയാ, മിസ്രൈമിലേക്ക് പൊക്കോളെ. അല്ലേലും പാസ്റ്ററെ തൻകുഞ്ഞ് പൊൻകുഞ്ഞാ എല്ലാവർക്കും അല്ലേ? തൻകുഞ്ഞ് ആണോ? മിസ്രൈമിലേക്ക് പോകാൻ പറഞ്ഞത് എന്തിനാ? ചുറ്റുപാട് എത്രയോ രാജ്യങ്ങളുണ്ട്. അവിടേക്കൊന്നും വിടാതെ പുത്രനെ എന്തിനാ മിസ്രൈമിൽ വിട്ടെ? മകനെ എന്തിനാ മിസ്രൈമിൽ വിട്ടെ? മകനെ മിസ്രൈമിൽ വിടാൻ ഒരു കാരണമുണ്ട്. ദുഷ്ടപിശാചേ, നീ ആയിരം നിരപരാധികളായ ഇസ്രായേലി ആൺകുഞ്ഞുങ്ങളെ എന്തിനാ മിസ്രൈമിൽ കൂട്ടക്കശാപ്പ് ചെയ്തേ? നീ അവരെ കൂട്ടക്കശാപ്പ് ചെയ്തത് നിന്റെ തല തകർക്കേണ്ട എൻ്റെ പുത്രൻ വരാതിരിക്കാനല്ലേ? നീ ആയിരം ആൺകുഞ്ഞുങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്ത് ആരെ മണ്ണിൽ വരാതെ തടയാൻ ശ്രമിച്ചോ, നീ അവനെ എവിടെ തടയാൻ ശ്രമിച്ചോ അവിടെ കൊണ്ടുവന്ന് നിനക്ക് തിരിച്ചടി തരുന്നവനാണ് സർവശക്തനായ എൻ്റെ ദൈവമെന്ന് തെളിയിക്കാനാണ് യേശു കർത്താവിനെ കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പോകാൻ ദൂതനോട് യോസേഫ് പറയുന്നത്. ഇന്ന് പകൽ കൃപ ലഭിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ. നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് തിരിച്ചടി കൊടുത്ത് നമ്മെ ആദരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഉയരത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അധരം തുറന്ന് കൃപ ലഭിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ. എൻ്റെ ദൈവം ദുഷ്ടപിശാചിന് തിരിച്ചടി കൊടുക്കുന്ന ദൈവമാണ്. അധരങ്ങൾ തുറന്നാർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരുമിച്ച് വിളിച്ചു പറ, എൻ്റെ ദൈവം ദുഷ്ടശക്തികൾക്ക് തിരിച്ചടി കൊടുക്കുന്ന ദൈവം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. നമ്മെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം ദൈവം ചെയ്യട്ടെ പ്രിയരേ. നന്മയ്ക്കായ ഒരടയാളം ദൈവം ചെയ്യട്ടെ പ്രിയരേ. അവർ കുനിഞ്ഞു വീണുപോയി, നാമോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു എന്ന് സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ അത്ഭുതം നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ചിലരുടെ മേൽ അതങ്ങനെ സംഭവിക്കട്ടെ, ചില കുടുംബങ്ങളുടെ മേൽ ദൈവാത്മാവ് ചെയ്യട്ടെ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന് സ്തോത്രം. ഇരുളിന്റെ ശക്തികൾ അവൻ ഞെട്ടി വിറയ്ക്കട്ടെ. ചില ദുഷ്ടശക്തികൾക്ക് ദൈവം തിരിച്ചടി കൊടുക്കട്ടെ. തകർക്കാൻ കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ സർവശക്തൻ നമ്മെ മാനിക്കട്ടെ. ദൈവാത്മാവനോട് പറയുന്നൊരു ദൂത്, മിലീത്തായിൽ പൗലോസ് വിറകെടുത്ത് തീയിലിട്ടില്ലേ? അണൽ കയറി കയ്യെ ചുറ്റിയില്ലേ? നാട്ടുകാർ ഒന്നടങ്കം അടക്കം പറഞ്ഞില്ലേ ഇവൻ കുറ്റവാളിയാന്ന്? സത്യത്തിൽ ആ തടവുകാരുടെ കൂട്ടത്തിൽ നിരപരാധി പൗലോസല്ലേ? പക്ഷെ കരക്കാരുടെ മുഴുവൻ കണ്ണിൻ്റെ മുമ്പിൽ നിരപരാധി കുറ്റവാളിയായില്ലേ? പക്ഷേ കരക്കാരുടെ മുഴുവൻ അപവാദ പ്രചരണങ്ങൾക്ക് എൻ്റെ ദൈവം കൽപ്പിച്ചത് അല്പായുസ്സം മാത്രമാണ്. ഒരു നാടിൻ്റെ മുഴുവൻ അപവാദ പ്രചരണങ്ങൾക്ക് എൻ്റെ ദൈവം കൽപ്പിച്ചത് അല്പായുസ്സം മാത്രമാണ്. കുറ്റവാളി എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ അവനൊരു ദേവനെന്ന് പറയത്തക്ക നിലയിൽ എൻ്റെ ദൈവം കളം മാറ്റി ചവിട്ടിപ്പിച്ചെങ്കിൽ ദോഷത്തിന് പകരം ദോഷങ്ങൾ, ശകാരത്തിന് പകരം ശകാരങ്ങൾ, തന്ത്രങ്ങൾക്ക് പകരം മറുതന്ത്രങ്ങൾ മെനയാതെ നീതിയോടെ വിധിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ കാര്യം എറിഞ്ഞുകൊടുത്ത് ക്ഷമയോടെ കാത്തിരിക്കെ നിന്റെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് ആലോചന വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? കരമുയർത്തി, ശബ്ദമുയർത്തി ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇത് ചിലരോടുള്ള ദൈവ ശബ്ദമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ നമ്മളെ വിഷയത്തിലേക്ക് ഇനി മടങ്ങി വരിക. എണ്ണാൻ ദൈവം പറഞ്ഞു, ഒരാമേൻ പറഞ്ഞു. എന്തിനാ എണ്ണാൻ പറഞ്ഞ്? 6,3550 എണ്ണത്തെ എണ്ണാൻ പറഞ്ഞ് എന്തിനെന്നറിയാവോ? ഇതിൽ ഒന്നിനെ പോലും തരത്തില്ലെന്ന് പറഞ്ഞതാ ഫറവോൻ.
എന്നാൽ എത്ര അത്ഭുതകരമായിട്ടാ ആ തലമുറയെ മിസ്രൈമിൽ നിന്ന് ദൈവം കൊണ്ടുവന്നതെന്ന് തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കാൻ, അതൊരു ഊർജമായി മാറേണ്ടതിനാണ് ദൈവം എണ്ണാൻ പറഞ്ഞത്. ഇനി അടുത്ത ഭാഗം നിങ്ങൾ വെടിച്ചെന്ന് വായിച്ചോണം. സംഖ്യ 21 ഇപ്പോൾ വായിക്കണം. ശൂരസീന സീനായി അക്കാബ കടലിടുക്ക് വഴി കാദേശ് പറഞ്ഞ ചുറ്റി ജനം മോവാബ് സമഭൂമിയിലെത്തി. യോർദാന് സമീപത്തുള്ള മോവാബ് സമഭൂമിയിലെത്തി. അന്ന് അഹരോനില്ല, മോശയും എലയാസറുമാണ്. ദൈവം അവരോട് പറഞ്ഞു, ജനത്തെ എണ്ണാൻ പറഞ്ഞു. ഇവിടെ നല്ല ആമേൻ എന്ന് പറയാമോ? അതിൻ്റെ 64 വാക്യം ഒന്ന് വായിച്ച്. 64 വാക്യം, മോവാബ് സമഭൂമിയിൽ വെച്ച് ജനത്തെ എണ്ണിയതിൻ്റെ റിസൾട്ട് ഒന്ന് വായിച്ച്. 64 വാക്യമാണെന്നാണ് എൻ്റെ ചിന്ത. 22 സംഖ്യ 22ന്റെ 64. സംഖ്യ 22ന്റെ 64. 41 സോറി, ഒരു സെക്കൻഡ്. 22ന്റെ 64. ഓക്കെ, സോറി. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോകും എന്ന് യഹോവ അവരെ കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. രണ്ടാമത് ദൈവം മോശയോട് എന്തിനാ എണ്ണാൻ പറഞ്ഞത്? ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താനാ. ആദ്യം എണ്ണിയവരിൽ ഒരാമേനൊന്ന് പറ. 6,3550 പേരിൽ യോശുവയും കാലേബും ഒഴികെ എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. രണ്ടാമതെന്തിനാ ദൈവം എണ്ണാൻ പറഞ്ഞത്? പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താനാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ പകൽ നമ്മുടെ കരങ്ങൾ മുകളിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ആധരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറയാം, ദൈവമേ, ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. ആധരം തുറന്നൊരു നല്ല ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ പ്രിയരെ. ദൈവം ഈ കാര്യത്തിന് ഉപയോഗിച്ച മാർഗം ദാവീദ് അഹങ്കാരത്തിന് ഉപയോഗിച്ചു. ഞാൻ രാജാവായപ്പോൾ ജനം എത്ര പെരുകിയെന്ന് ഞാൻ അറിയട്ടെ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൻ്റെ ദൈവം ദാവീദിനോട് പറയുന്നു, നീ ആ സ്ഥലം വിലയ്ക്ക് വാങ്ങണം. ദാവീദ് ആ സ്ഥലം വിലയ്ക്ക് വാങ്ങി. അങ്ങനെ ഓർന്നാൻ്റെ കളം. ഇനി ഞാൻ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരികയാണ്, പ്രധാന ചിന്തയിലേക്ക് വരികയാണ്. അപ്പം മോറിയ പർവ്വതത്തിലാണ് ആര് ദൈവാലയം പണിതത്? ഈ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് ഓർന്നാൻ്റെ കളമുള്ളിടമാണ് ഏത്? ഈ മോറിയ പർവ്വതം. ഈ മോറിയ പർവ്വതത്തിൽ ആണ് ശലോമോൻ രാജാവ് യെരൂശലേം ദൈവാലയം പണിതത്. യഹൂദ ചരിത്രകാരനായ ജോസിഫസ് ആണ് അതിൻ്റെ മനോഹരമായ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ മോറിയ പർവ്വതത്തിൽ ആണ് ശലോമോൻ രാജാവ് യെരൂശലേം ദൈവാലയം പണിതത്. ഈ ദൈവാലയത്തിന് 3 ഭാഗം. ശ്രദ്ധിച്ചേ. 1 പ്രാകാരം, ഒരു നല്ല ആമേൻ പറഞ്ഞ്. 2 വിശുദ്ധ സ്ഥലം, 3 അതിവിശുദ്ധ സ്ഥലം. അതിൽ ജോസിഫസ് പറയുന്നത് ഇതിൻ്റെ അതിവിശുദ്ധ സ്ഥലം ഇരുന്ന ഇടത്താണ് അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനു വേണ്ടിയുള്ള ഹോമയാഗപീഠം പണിതത്. അവിടെയാണ് ദൈവം കരുതിയ, പിന്നീട് വ്യക്തമാക്കാം, ദൈവം കരുതിയ ആടിനെ യാഗമർപ്പിച്ചത്. അപ്പം അബ്രഹാമേ, നീ നിൻ്റെ മകൻ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട്, നീ സ്നേഹിക്കുന്ന മകൻ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ഞാൻ കൽപ്പിക്കുന്ന ഇടത്തവനെ ഹോമയാഗം കഴിക്കാൻ പറഞ്ഞത് മകൻ്റെ മരണം കാണിക്കാനല്ല, എൻ്റെ ആലയത്തിന് നിന്നെ കൊണ്ട് അടിസ്ഥാനമിടിപ്പിക്കാനാണ്. അതരം തുറന്നൊരു നല്ല ആമേൻ പറഞ്ഞ്
യെരൂശലേം ദൈവാലയം പണിതത് ശലോമോനാണെങ്കിലും അതിന് അടിസ്ഥാനം ദൈവം ഇടിപ്പിച്ചത് അബ്രഹാമിനെ കൊണ്ടാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ. ഇന്ന് കടന്നു പോകുന്ന ചില സങ്കടങ്ങളുടെ പിറകിൽ ചില അടിസ്ഥാനങ്ങൾ ഇടിപ്പിക്കാനുള്ള ദൈവ പദ്ധതികൾ മറഞ്ഞിരിപ്പുണ്ടെന്ന് ദൈവാത്മാവ് ആലോചന വിളിച്ചു പറയുമ്പോൾ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇനി അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കാം. ഈ പഴയ നിയമ യെരൂശലേം ദൈവാലയം പുതിയ നിയമസഭയാം ദൈവാലയത്തിന്റെ നിഴലാണ്. ഒരു നല്ല ആമേൻ പറഞ്ഞു. പഴയ നിയമ യെരൂശലേം ദൈവാലയം പുതിയ നിയമസഭയാം ദൈവാലയത്തിന്റെ നിഴലാണ്. പഴയ നിയമ യെരൂശലേം ദൈവാലയം ഒരു ഹോമയാഗവേദിയിൽ അടിസ്ഥാനപ്പെട്ടു പണിതു. ഏത് ഹോമയാഗവേദി? അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ ഹോമയാഗവേദി. പുതിയ നിയമസഭയാം ദൈവാലയവും ഒരു യാഗവേദിയിൽ അടിസ്ഥാനപ്പെട്ട് പണിതു. ഏത് യാഗവേദി? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണമെന്ന യാഗവേദി. അതരം തുറന്ന് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവത്തിന് സ്തോത്രം. എന്നെ ത്രസിപ്പിച്ച് മറ്റൊരാശയം ഞാൻ നിങ്ങളോട് പറയാം. പഴയ നിയമ ദൈവാലയം ഒരു രക്തത്തിൽ അടിസ്ഥാനപ്പെട്ടു പണിതു. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞേ. ഏതൊരു രക്തം? അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിനു പകരം. അടുത്തത് അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് പറ. ദൈവം കരുതിയ ദൈവത്തിൻ്റെ ആടിൻ്റെ രക്തം. അതങ്ങനെ പറഞ്ഞാൽ പറ്റിയല്ല. ഞാൻ അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അബ്രഹാം ആ മോറിയ പർവ്വതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കല്ല് പെറുക്കിക്കൊണ്ട് വന്നല്ലേ ഹോമയാഗപീഠം പണിതേ? ആണോ? അതിനുമ്പ് ഒരു അവിടെ യാഗം നടന്നിട്ടില്ലല്ലോ. അപ്പം മലയുടെ മുകളിൽ നിന്ന് പല സ്ഥലത്ത് നിന്ന് ഇത്രേ ഉള്ള കല്ലുകൾ തപ്പി അബ്രഹാം പെറുക്കിക്കൊണ്ട് വരിക. അങ്ങനെ കല്ല് തപ്പി നടന്നപ്പോഴൊന്നും ഒരാടിനെ അബ്രഹാം കണ്ടില്ല. ഒരാമേൻ എന്ന് പറയാമോ? കല്ല് പെറുക്കി നടന്നപ്പോഴൊന്നും അബ്രഹാം ആടിനെ കണ്ടില്ല. അപ്പൻ കല്ല് പെറുക്കി നടക്കുമ്പോൾ ഇസഹാക്കിന്റെ കണ്ണ് അരിച്ചു പെറുക്കിയതാ. ഒരാമേൻ പറഞ്ഞതോടൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു. ഇസഹാക്കിന്റെ കണ്ണ് അരിച്ചു പെറുക്കിയതാ. അവിടെങ്ങാനും ആടുണ്ടോന്ന്. പക്ഷെ ഓരോ ആടിനെയും ഇസഹാക്കിന്റെ കണ്ണുകൊണ്ട് ഇസഹാക്ക് കണ്ടില്ല. കല്ല് പെറുക്കിയ സമയത്ത് അബ്രഹാം കാണാതിരുന്ന അപ്പം കല്ല് പെറുക്കി നടന്നപ്പോ ഇസഹാക്ക് കണ്ണ് പരതി നോക്കിയിട്ടും ഇസഹാക്കിന്റെ കണ്ണിൽ കാണാതെ മറഞ്ഞിരുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. ദൈവം കരുതിയ ദൈവത്തിന്റെ ആട്. ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയാൻ കേട്ടോ. ദൈവത്തിന്റെ കരുതലുകളൊക്കെ സമയത്ത് വെളിപ്പെട്ടു വരും. കൃപ ലഭിച്ചവർ സ്തോത്രം ചെയ്ത് പറ. ഇന്ന് സാധ്യതകൾ ഇല്ലെങ്കിലും, ഇന്ന് അസാധ്യമാണെങ്കിലും ദൈവം കരുതിയത് സമയത്ത് ദൈവം ഒരുക്കി വെളിപ്പെടുത്തി തരും. കൃപ ലഭിച്ചവർ ആധാരം തുറന്നൊന്ന് സ്തോത്രം ചെയ്തു പറ. ദൈവം ഒരുക്കിയത് സമയത്ത് വെളിപ്പെടുത്തി തരാൻ എന്റെ ദൈവം വിശ്വസ്തൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ കരമുയർത്തി സ്തോത്രം ചെയ്തു പറ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ മേലിട്ടോൾവീൻ. ഞാനത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നിറയുന്നു. നിങ്ങൾ ഏറ്റവും എന്നോട് എത്ര പേര് വരുന്നുണ്ട്? അതുവരെ അങ്ങനെ ഒരു ആടിനെ കണ്ടില്ലെന്ന്. നിങ്ങൾ നോർത്ത് നോക്കി. ഇത്രയുള്ള കല്ലും പിറക്കി അപ്പം വരിക. ഇത്രയുള്ള കല്ല് തപ്പി നടക്കുമ്പോൾ ഇത്രയുള്ള ആടുണ്ടാ കാണണ്ടല്ലേ? 30 വയസ്സ് മുതൽ 34 വയസ്സ് വരെയാണ് അന്ന് ഇസ്ഹാക്കിന്റെ പ്രായം. നല്ല കാഴ്ചശക്തിയുള്ള പ്രായമാണ്. ഒരാമേൻ എന്ന് പറഞ്ഞു. ഇസ്ഹാക്കിന്റെ കണ്ണുകൊണ്ട് ഒരാടിനെയും കണ്ടില്ലല്ലോ. ആ മലയിലെല്ലാം കണ്ണിങ്ങനെ പരതിയതല്ലേ. എവിടെ ആടെന്ന്? പക്ഷെ തമ്പുരാൻ കുരുക്കിയിട്ടത്. അപ്പൻ കല്ല് പിറക്കി നടന്നപ്പോ കാണാഞ്ഞത്. ഇസ്ഹാക്ക് അതുവരെ അന്വേഷിച്ചിട്ട് കണ്ടെത്താതിരുന്നത്. ദൈവം കരുതിയത് സമയത്തല്ലേ വെളിപ്പെട്ടത്. ഇന്ന് പകൽ സ്തോത്രം ചെയ്തു പറ. ദൈവം കരുതിയതൊക്കെ സമയത്ത് വെളിപ്പെടും. സമയത്ത് വെളിപ്പെടുത്തും. തലമുറയ്ക്ക് വേണ്ടിയാകട്ടെ, കുടുംബത്തിന് വേണ്ടിയാകട്ടെ. സ്തോത്രം ചെയ്തു പറ. ദൈവം കരുതിയതൊക്കെ സമയത്ത് വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഈ ദൂത് ചിലരോട് പ്രവചിച്ചു പറയുകയാണ്. ദൈവം കരുതിയത് സമയത്ത് വെളിപ്പെട്ടു വരും. യേശുവിൻ നാമത്തിൽ
അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ ആട് പിന്നെ ഇപ്പൊ എവിടെ നിന്ന് വന്നാ? ഇതൊരു തോമാച്ചൻ്റെയും വീട്ടിൽ നിന്ന് കയറ് പൊട്ടിച്ച് വന്ന ആടല്ല. ഈ ആടൊരു സ്പെഷ്യൽ ആടാണ്. അത് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, മരിച്ചവരെ ജീവിപ്പിക്കുകയും. അടുത്തതൊന്ന് സ്തോത്രം ചെയ്ത് പറ, ഇല്ലാത്തതിനെ, ഒരു നല്ല ആമേൻ പറഞ്ഞു പറ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന എൻ്റെ ദൈവം. അതരം തുറന്നൊരു ആമേൻ പറയാമോ? ഇതുവരെ ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ ദൈവത്തിന് കഴിയും. അതരം തുറന്ന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന എൻ്റെ ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ദൈവം കരുതിയ ദൈവത്തിൻ്റെ ആടാത്. ആ ആടിൻ്റെ രക്തത്തിലാണ് പഴയ നിയമ ദൈവാലയം അടിസ്ഥാനപ്പെട്ട് പണിതത്. പുതിയ നിയമസഭയാം ദൈവാലയവും ഒരു രക്തത്തിൽ അടിസ്ഥാനപ്പെട്ട് പണിതു. ഏതു രക്തം? ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട ദൈവപുത്രനായ ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം. ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താലും കർത്താവിന്റെ മരണമെന്ന യാഗവേദിയിലും അടിസ്ഥാനപ്പെട്ടാണ് ദൈവസഭ പണിതിരിക്കുന്നതെങ്കിൽ, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ, കൃപ ലഭിച്ചവർ ആർജവത്വത്തോടെ വിളിച്ചവർ, ഈ സഭയെ തകർക്കാൻ ഒരു ദുഷ്ടശക്തികൾക്കും സാധ്യമല്ല. അതരം തുറന്ന് ആവേശത്തോടെ പറ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. വിശ്വാസികളുടെ പിതാവേ, ഒരാമേനെന്ന് പറ. ദൈവത്തിൻ്റെ സ്നേഹിത അബ്രഹാമേ, 3 ദിവസം നിന്നെ എരുതിയിലൂടെ നടത്തിയത് നിന്റെ മകന്റെ മരണം കാണിക്കാനല്ല, പുതിയ നിയമസഭയാം ദൈവാലയത്തിന്റെ നിഴലായ പഴയ നിയമ ദൈവാലയത്തിന് നിന്നെ കൊണ്ട് അടിസ്ഥാനമിടിപ്പിക്കാനാ. കൃപ ലഭിച്ചവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. ട്രെയിനിങ് എത്ര ഹാർഡാണോ, ഉദ്യോഗം എത്ര വലുതാണ്, ട്രെയിനിങ് എത്ര ഹാർഡാണോ, സാലറി എത്ര ഉന്നതമാണ്, ഇതുപോലെ ദൈവം തരുന്ന ചില ശോധനകൾ അല്പ കഠിനമെന്ന് തോന്നിയാലും അതിനാനുപാതികമാണ് താങ്കളിലൂടെ വെളിപ്പെടാൻ പോകുന്ന ദൈവപ്രവൃത്തി എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്തു പറ. ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായുള്ള നിരൂപണങ്ങളല്ല, നന്മയ്ക്കായുള്ളവയത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. കരമടിച്ച അധരങ്ങൾ തുറന്ന് ശക്തിയോടെ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാം. ഇന്ന് മകൾ ദൈവാത്മാവ് ചിലരോട് ഇടപെടുന്നു. ഈ ശോധനകളുടെ പിറകിൽ, ഈ വേദനകളുടെ പിറകിൽ, ഈ സങ്കടങ്ങളുടെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ചിലരോട് സംസാരിക്കുന്നു. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്താം. കര ഉയർത്തൊരു നല്ല ആമേൻ. ഞാൻ ചെയ്യുന്നത്, ഒന്ന് ആമേൻ പറ. ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാ പിന്നെ നീ അറിയും, പിന്നെ നീ അറിയും. വെറുതെ ഒരു ശോധന തരികയില്ല, വെറുതെ ഒരു സങ്കടം തരികയില്ല. എൻ്റെ നാഥൻ, എൻ്റെ പ്രിയ കർത്താവ് എനിക്ക് വേണ്ടി രക്തം തന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ മറുവിലയായി തന്ന എൻ്റെ രക്ഷിതാവ് അനുവദിക്കുന്ന എല്ലാ ശോധനകളുടെ പിറകിലും എൻ്റെ ദൈവത്തിന് തിന്മയ്ക്കല്ല നന്മയ്ക്കൊരു പദ്ധതിയുണ്ട്. അതിന്നെനിക്ക് മനസ്സിലാകില്ലെങ്കിലും ഞാനത് അറിയും, ഞാനത് അറിയും. എൻ്റെ ദൈവം എനിക്കത് മനസ്സിലാക്കി തരും. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ പകൽ മനസ്സുണ്ട്? ഒരു കാര്യം കൂടെ ഒന്ന് പറയാണ്, എനിക്ക് ദൈവമക്കളെ ഒന്ന് ഉറപ്പിക്കാൻ ഒരു നിയോഗം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ചില ആഗ്രഹങ്ങൾ ദൈവം അങ്ങ് തടയും. ഒരാമേനെന്ന് പറയാം. ചിലപ്പോൾ നമ്മുടെ ചില ആഗ്രഹങ്ങളൊക്കെ ദൈവം അങ്ങ് എന്നോട് ദേഷ്യം തോന്നുന്നു. അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കാരണം ആദിയിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ വരുവാനുള്ളതും അറിയാവുന്നത് ദൈവത്തിനാണ്.
ചില വഴികൾ ദൈവം തടയുമ്പോൾ നിരാശപ്പെടരുത്. ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞോണം. ദൈവം തടയോ? ഒരാമേൻ പറ. അതെ, ദൈവം തടഞ്ഞ് പിന്നീട് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതും എൻ്റെ നന്മയ്ക്കായിരുന്നു. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ചോദിക്കുന്നതും എല്ലാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിരാശയാണ്. പക്ഷെ ദൈവം ചില വഴികൾ അടയ്ക്കും. വീണ്ടും ചെന്ന് വായിച്ചാൽ മതി. 1 ശമൂവേലിന്റെ പുസ്തകമാണ് 29 അധ്യായങ്ങൾ. ഇസ്രായേലിനും ഫെലിസ്ത്യനും തമ്മിൽ യുദ്ധം നടക്കുക. ദാവീദ് ആക്കീഷിന്റെ ആശ്രിതനായി ഒരു നല്ല ആമയും പറഞ്ഞു സിക്ലാഗിൽ പാർക്കുക. സിക്ലാഗിൽ പാർക്കുമ്പോ ഈ ദാവീദിനൊരാഗ്രഹം, ആക്കീഷിനെ ഒന്ന് സന്തോഷിപ്പിക്കണം. അപ്പൊ ഇസ്രായേലുമായിട്ട് യുദ്ധം നടക്കുകയല്ലേ, ശൗലിനോട് പ്രതികാരം ചെയ്യാൻ കിട്ടിയൊരു അവസരം. അതുകൊണ്ട് ഈ 600 പേരും ദാവീദും കൂടെ ആക്കീഷിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ, അവരുടെ കൂടെ യുദ്ധം ഇസ്രായേലിനെതിരെ ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് യുദ്ധം ചെയ്യാനായിട്ട് ആക്കീഷിന്റെ കൂടെ കൂടിയപ്പം ദൈവം എത്ര വിശ്വസ്തനാണെന്നറിയാവും. ആക്കീഷിന്റെ പ്രഭുക്കന്മാർ ചോദിച്ചു, ആരെ കൊണ്ടാ പോകുന്നത്? ആക്കീഷ് പറഞ്ഞു ഇവൻ. അപ്പം ഈ ഭൃത്യന്മാർ തിരിച്ചു നോക്കി, ഇവൻ ആരാന്നറിയാവോ? ഒരാമേനൊന്ന് പറ. ഇവനാ നമ്മുടെ മല്ലം ഗോലിയാത്തിനെ കൊന്നവൻ. അങ്ങനെ തന്നെ ഒരു പദം എഴുതിയിട്ടുണ്ട്. പണ്ട് അവർ പാടി, ഇസ്രായേൽ കന്യകമാർ പാടിയ പാട്ട് ഓർക്കുന്നുണ്ടോ? ശൗൽ 1000 കൊന്നു, അന്ന് അവൻ അവൻ്റെ യജമാനെ പ്രീതിപ്പെടുത്തിയത് ഗോലിയാത്തിനെ കൊന്ന് തല കൊടുത്തിട്ടാ. ഇപ്പം അവൻ യജമാനെ പ്രീതിപ്പെടുത്താൻ പോകുന്നത് യുദ്ധത്തിന് കൂടെ നമ്മുടെ കൂടെ വന്ന് യുദ്ധം മുറുകുമ്പോൾ മറുകണ്ഠം ചാടും. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. യുദ്ധം മുറുകുമ്പോൾ മറുകണ്ഠം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, എൻ്റെ പ്രിയരെ, ഇവർക്ക് ഇതെല്ലാം അറിയാം. എന്നാ അറിയാം? ഗോലിയാത്തിനെ കൊന്നത് ഇവനാന്ന് ഇസ്രായേൽ കന്യകമാർ പാടിയ പാട്ടും എല്ലാം അറിയാം. ഇപ്പം ഇവരുടെ നാട്ടിലാണ്. സത്യം പറയാം, പ്രതികാരം ചെയ്യാനാണെങ്കിൽ എന്തൊരവസരമാണ് അല്ലേ? പക്ഷെ പ്രതികാരം ചെയ്യാൻ അവർക്ക് തോന്നിയില്ലെന്നെ പറയുന്നതിനേക്കാൾ ദൈവം അനുവദിച്ചില്ല. ഞാനൊരു കാര്യം പറയാം, ദൈവം അനുവദിക്കാതെ, ഒരു നല്ല ആമേൻ പറ, ദൈവം അനുവദിക്കാതെ ഒരു ശക്തി നമുക്കെതിരെ ചലിക്കുകയില്ല. ശത്രുവിന്റെ പാളയത്തിനകത്തും നമ്മെ സുരക്ഷിതമായി കാക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്തു പറ, ദൈവം വിശ്വസ്തൻ. എന്നെ പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുന്ന ഒരു ദൂതിയാ പറയാം. ഒന്നൊന്ന് പറയാം, ഉറപ്പിക്കാൻ നിങ്ങളെ. ശിംശോന്റെ ശക്തി എവിടാ? മുടി. ഫെലിസ്ത്യന് വന്ന് അവന്റെ മുടിയെല്ലാം കളഞ്ഞല്ലേ? പക്ഷെ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് അവന്റെ കണ്ണ് അവരെ കുത്തിപ്പൊട്ടിച്ചു. ശിംശോന്റെ കണ്ണല്ലേ പോയിട്ടുള്ളൂ, അവരുടെ കണ്ണിന് ഒരു കുഴപ്പമില്ലല്ലോ. ബൾബ് പോലെ അവരുടെ കണ്ണ്, ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ശിംശോനെ അവർ അപകടകാരിയാകും. എപ്പോൾ ശിംശോൻ അപകടകാരിയാകും? അപ്പൊ എവിടേക്ക് അവർ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? പക്ഷെ തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ശിംശോന്റെ മുടി വീണ്ടും വളർന്നു തുടങ്ങി. എവിടെ? ഇവന്റെ മുടിയിലാണ് ശക്തി എന്നറിയാവുന്ന, ഇവന്റെ മുടി വളർന്നാൽ ഇവൻ അപകടകാരിയാകുമെന്ന് അറിയാവുന്ന ദൈവത്തിന് സ്തോത്രം. ശിംശോൻ മറ്റൊരിടത്തല്ല, ഇവരുടെ തടവറയിലാണ്, ഇവരുടെ കസ്റ്റഡിയിലാണ്. ഇവരുടെ കസ്റ്റഡിയിലായിരുന്നിട്ടും അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നിട്ടും അവരുടെ കണ്ണു തുറന്നിരുന്നിട്ടും ശിംശോനെ ഒന്നുകൂടെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യരുടെ ബുദ്ധിയെ അഫലമാക്കി തന്റെ ഭക്തനെ ദൈവം അവിടെ കരുതിയെങ്കിൽ, ദൈവം സംരക്ഷിച്ചെങ്കിൽ, ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്, ഏത് ശക്തികൾ നിനക്കെതിരെ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും അവിടെയും സുരക്ഷിതമായി കരുതുന്ന ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ആമേൻ പറഞ്ഞു സ്തോത്രത്തോടെ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകീഷിന്റെ പ്രമുഖന്മാർ പറഞ്ഞു, ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരികയില്ല, സമ്മതിക്കുകയില്ല. കൊണ്ട് ദാവീദ് ആകീഷിനോട് പറഞ്ഞു, ആകീഷ് പറഞ്ഞു, ദാവീദ് തിരിച്ചു പോകണം, ഒരു നിവൃത്തിയില്ല. ആത്മാഭിമാനത്തിന് മുറിവേറ്റു ദാവീദിന്റെ, കാരണം അവർ തെറ്റിദ്ധരിച്ചു. ദാവീദ് പറഞ്ഞു, പൊന്ന യജമാനെ അങ്ങനെ പറയല്ലേ. പക്ഷെ ആകീഷ് പറഞ്ഞു, നിന്നെ എനിക്കൊരു ദൈവദൂതനെ പോലെ ബോധിച്ചു. വന്ന നാൾ മുതൽ നീ എന്ത് വിശ്വസ്തയോടെ എന്നെ സേവിക്കുന്നു, പക്ഷെ നിർവാഹമില്ല, തിരിച്ചു പോകണം. ഒരാമേൻ പറ. ദാവീദ് അങ്ങനെ തിരിച്ചു പോന്നു. പക്ഷെ എൻ്റെ ചോദ്യം, ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ കൊണ്ട് ആ വഴി അടപ്പിച്ചത് ആരാ?
ഒരു നല്ല ആമേൻ പറ. ആ വഴി അടച്ചത് സർവശക്തനാ. എന്തിനാ വഴി അടച്ചെന്നറിയാം? 3-ാം ദിവസമാണ് ദാവീദും 600 പേരും തിരിച്ച് സിക്ലാഗിലെത്തിയത്. തിരിച്ച് സിക്ലാഗിലെത്തിയപ്പോഴാണ് അറിയുന്നത് ആ പട്ടണം മുഴുവൻ തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു. അവൻ്റെയും കൂടെയുള്ളവരുടെയും ഭാര്യമാരെയും ആടുമാടുകളെയും സമ്പത്തിനെയും എല്ലാം അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയി. ഒരു നല്ല ആമേൻ പറ. ദാവീദ് ആ യുദ്ധത്തിന് പോയിരുന്നെങ്കിലോ? ഹലോ, 3-ാം ദിവസം മടങ്ങി വന്നില്ലേ? ഞാൻ ആ പരീക്ഷയെ പിന്തുടരണമെന്ന് ചോദിച്ചില്ലേ? ദൈവം പറഞ്ഞില്ലേ? പോകാൻ പറഞ്ഞില്ലേ? നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുത്തില്ലേ? അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നു, യുദ്ധത്തിന് പോയിരുന്നെങ്കിലോ? യുദ്ധത്തിന് പോയിരുന്നെങ്കിലോ? ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞല്ലേ മടങ്ങി വരികയുള്ളൂ. മടങ്ങി വരുന്ന സമയത്ത് നഷ്ടപ്പെട്ടത് വല്ലതും തിരിച്ചു കിട്ടുമോ? ദാവീദേ, നീ ആക്കീശിന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ തത്രപ്പെടുമ്പോൾ ഇപ്പുറത്ത് സംഭവിച്ച നഷ്ടങ്ങൾ എത്ര ഭയാനകമാണെന്ന് നീ അറിഞ്ഞില്ല. എന്നാൽ നഷ്ടപ്പെട്ടതൊന്നും എന്നേക്കും നിനക്ക് നഷ്ടപ്പെടാതിരിക്കാൻ, നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ചു തരാൻ നിന്നോട് വിശ്വസ്തത തോന്നിയ ദൈവം ആ വഴി ആക്കീഷിന്റെ പ്രഭുക്കന്മാരെ കൊണ്ട് അടപ്പിച്ചതാണെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് സ്തോത്രം ചെയ്തു പറയുന്നു, നഷ്ടപ്പെട്ടത് നീ ഓർത്ത് ഭാരപ്പെടണ്ട. നഷ്ടപ്പെട്ടത് മടക്കി തരുന്നൊരു ദൈവമഹത്വം ഇന്ന് പകൽ ദൈവാത്മാവ് ഇതിനകത്ത് അയക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ ആധാരം തുറന്ന് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ദൈവാത്മാവ് അതിശക്തമായി ഇന്ന് പകൽ ചിലരോട് ഇടപെടുന്നു. നഷ്ടപ്പെട്ടത് ചിലത് നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന, നഷ്ടപ്പെട്ട ചിലത് നിങ്ങൾക്ക് മടക്കി കിട്ടുന്ന ഒരു ദൈവമഹത്വമുണ്ടെന്ന് കർത്താവ് ഇടപെടുകയാണ്. നഷ്ടപ്പെട്ടതൊന്നും എന്നേക്കും നഷ്ടപ്പെടാതിരിക്കാൻ ആ വഴി ആക്കീശിന്റെ പ്രഭുക്കന്മാരെ കൊണ്ട് അടയ്ക്കാൻ അനുവദിച്ചത് സർവശക്തനായ ദൈവമാണ്. ഇനി അടുത്തത് നിങ്ങളൊന്ന് സ്തോത്രം ചെയ്ത് എൻ്റെ കൂടെ വരണം കേട്ടോ. ആ പോകുന്ന പോക്കിൽ ദൈവം എത്ര വിശ്വസ്തനാണ്. അവിടെ ഉണ്ടായിരുന്ന ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുവൻ്റെ ദാസൻ അല്ലേ, അവൻ ദീനം വന്ന് വയലിൽ കിടക്കുകയാണ്. ദാവീദിൻ്റെ കൂടെയുള്ളവർ അവനെ കണ്ടു. അവനെ കണ്ടിട്ട് ദാവീദിനോട് പറയുമ്പോൾ അവന് അപ്പവും വീഞ്ഞും ഉണക്ക മുന്തിരിക്കുലയും ദൈവത്തിന് സ്തോത്രം അത്തി അടയും ഒക്കെ കൊടുത്തു. അവൻ ഉയർ വീണു. ദാവീദ് അവനോട് ചോദിച്ചു, നീ ആരുടെ ആള്? അവൻ പറഞ്ഞു, ഞാനൊരു ആരാമിൻ്റെ ബാല്യക്കാരനാണ്, ഞാനൊരു മിസ്രൈമ്യനാണ്. നീ എവിടെ പോയിട്ട് വരികയാണ്? ഞങ്ങൾ ഇന്ന രാജ്യങ്ങൾ ആക്രമിച്ചു, ആ കൂട്ടത്തെ സിക്ലാഗിനെയും ആക്രമിച്ചു. ഒരു നല്ല ആമയും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അതിനെ തീ വെച്ചൊന്ന് നശിപ്പിച്ചു. വരുന്ന വഴിക്ക് എനിക്ക് ദീനം പിടിച്ചു. ഒരു നല്ല ആമയും പറഞ്ഞ്, എൻ്റെ യജമാനൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. പ്രിയരേ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവൻ ഇവിടെ കിടപ്പാ. എൻ്റെ ചോദ്യം, ഇവൻ്റെ ദീനത്തിൻ്റെ പിറകിൽ ചലിച്ച കരം ഏതാ പ്രിയരേ? അവനെ ഉപേക്ഷിക്കാൻ അവൻ്റെ യജമാനനെ കൊണ്ട് തോന്നിപ്പിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏത് ശക്തിയാ പ്രിയപ്പെട്ടവരെ? ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം പറ. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. എല്ലാവരും ആധരങ്ങൾ തുറന്നൊന്ന് സ്തോത്രം ചെയ്തു പറ. പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും ഒരുക്കുന്ന എൻ്റെ ദൈവം വിശ്വസ്തൻ, എൻ്റെ ദൈവം വിശ്വസ്തൻ. എല്ലാ നിരാശയും മാറട്ടെ, എല്ലാ ടെൻഷനും മാറട്ടെ. ചിലരുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് പകൽ ദൈവാത്മാവ് മറുപടി വരികയാണ്. ഈ പദം ആധാരം തുറന്ന് ആവർത്തിച്ച് സ്തോത്രം ചെയ്തു പറ. എൻ്റെ ദൈവം വിശ്വസ്തൻ, എൻ്റെ ദൈവം വിശ്വസ്തൻ, എൻ്റെ ദൈവം വിശ്വസ്തൻ. ദാവീദ് ചോദിക്കുന്നു, ആ പരീക്ഷയുടെ അവരെ പിന്തുടരാൻ അവരുടെ അടുക്കലേക്കുള്ള വഴി കാണിച്ചു തരാമോ? അവൻ പറഞ്ഞു, എന്നെ കൊല്ലുകയോ എൻ്റെ യജമാനൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുകയോ ചെയ്യാമെങ്കിൽ ഞാൻ വഴി കാണിച്ചു തരാം. അപ്പൊ അവനെ അവിടെ വഴികാട്ടിയായിട്ട് ദൈവം വെച്ചില്ലേ? ദാവീദേ, ഒരു വഴി ദൈവം അടച്ചപ്പോ മറു സൈഡിൽ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാ. ഏതെങ്കിലും വഴി അടഞ്ഞു എന്നുള്ളത് കൊണ്ട് നിരാശപ്പെടേണ്ട പ്രിയരെ. നിങ്ങളുടെ നിരാശ മറക്കത്തക്ക നിലയിൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ കരുതുന്നു, എൻ്റെ ദൈവത്തിന് എന്നോട് കരുണയുണ്ടെന്ന് നിങ്ങൾ സ്തോത്രം ചെയ്ത നിറകണ്ണുകളോടെ പറയത്തക്ക നിലയിൽ ചിലടത്ത് അപമാനിക്കപ്പെട്ടെങ്കിൽ, ചിലടത്ത് തല കുനിയപ്പെട്ടെങ്കിൽ, ചിലടത്ത് മനസ്സിന് മുറിവേറ്റെങ്കിൽ ആ മുറിവ് മറക്കത്തക്ക നിലയിൽ, ആ സങ്കടം മറക്കത്തക്ക നിലയിൽ ചില ദൈവിക കരുതലുകൾ മറു സൈഡിൽ ഉണ്ടെന്ന് ഇന്ന് പോസ്റ്റില്ലാത്ത ദൈവം വചനത്തിന്റെ പ്രവചന ദൂത് ഇതിനകത്ത് വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്?
പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് പറയുന്നൊരു ദൂത്. ചില വഴി അടഞ്ഞപ്പോ സങ്കടപ്പെട്ടില്ലേ? ചിലതടഞ്ഞപ്പോ ദൈവത്തോട് പെറുപിറുത്തില്ലേ? ചിലതടഞ്ഞപ്പോ മനുഷ്യനോട് പൊട്ടിത്തെറിച്ചില്ലേ? പ്രൈസ് ഗോഡ്. പക്ഷെ കർത്താവ് പറയുന്നു, അത് മറക്കത്തക്ക നിലയിൽ ദൈവം പോലും എന്നെ മറന്നു എന്ന് നീ പറഞ്ഞ സ്ഥാനത്ത് ഇല്ല, ദൈവം എന്നെ മറന്നിട്ടില്ല. എൻ്റെ ദൈവം എന്നെ മറന്നിട്ടില്ല. എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി കണ്ണുകൊണ്ട് കാണുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി ദൈവാലോചന വിളിച്ചു പറയുന്നു. എത്ര പേർക്ക് ആ പദത്തിന് ആമേൻ പറയാൻ, വിശ്വാസത്താൽ ആ പദത്തിന് ആമേൻ പറയാൻ മനസ്സുണ്ട്? കരമുയർത്തി ശക്തിയോടെ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാമില്ല. ദൈവം കൈവിട്ടിട്ടില്ല, ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തിന്റെ വിശ്വസ്തത ഒരു പരിച പോലെ, ഫലക പോലെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോകുകയാണ്. ഇനി അടുത്തുകൂടെ പറയാം, എന്തിനാ വഴി അടച്ചത്? സഹോദരങ്ങളെ, ആ യുദ്ധത്തിൽ ദൈവം ദാവീദിനെ ഒഴിവാക്കിയതാ. എന്താ ഒഴിവാക്കാൻ കാരണം എന്നറിയാവോ? ആ യുദ്ധത്തിലാണ് ശൗലും യോനാഥാനും കൊല്ലപ്പെടുന്നത്. ഒരാമേനൊന്ന് പറ. ശൗലും യോനാഥാനും കൊല്ലപ്പെടുന്നത്. ഈ ശൗലിൻ്റെ കാലത്ത് എത്രയോ യുദ്ധങ്ങൾ ഫെലിസ്ത്യരും ഇസ്രായേലിനും തമ്മിൽ നടത്തിയിട്ടുണ്ട്. ആ യുദ്ധങ്ങളിലെല്ലാം ജയം, ഒരാമേൻ പറ, ഇസ്രായേലിനായി. പക്ഷെ ആദ്യമായി അവർ പരാജയപ്പെടുന്ന യുദ്ധ. ഈ യുദ്ധത്തിൽ ദാവീദ് ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ ഒന്നടങ്കം പറഞ്ഞേനെ. നമ്മൾ പരാജയപ്പെടാൻ കാരണം ദാവീദ് ആ കൂട്ടത്തിൽ കൂടിയത് കൊണ്ടാണ്. ഒരു നല്ല ആമേൻ പറഞ്ഞു. ദാവീദ് ആ കൂട്ടത്തിൽ കൂടിയത് മാത്രമല്ല, അവരുടെ പ്രിയപ്പെട്ട രാജാവ് ശൗലും അതിനേക്കാൾ അവർക്ക് പ്രിയപ്പെട്ടവനായ യോനാഥാൻ. യോനാഥാൻ കൊല്ലപ്പെട്ടില്ല ആ യുദ്ധത്തിൽ. ഒരു ആമേൻ എന്ന് പറഞ്ഞ്. കർത്താവിൻ്റെ സ്നേഹം കഴിഞ്ഞാൽ, സഭയും കർത്താവും തമ്മിലുള്ള സ്നേഹം കഴിഞ്ഞാൽ, വേദപുസ്തകത്തിൽ സ്നേഹത്തിൻ്റെ ഉന്നത മാതൃക എന്ന് പറയുന്നത് ദാവീദും യോനാഥാനും തമ്മിലുള്ള സ്നേഹമാണ്. ദാവീദേ, നീ എല്ലാമായി കരുതിയിരുന്ന, നീ പ്രാണനേക്കാൾ അധികം സ്നേഹിച്ച, നിന്നെ പ്രാണനേക്കാൾ അധികം സ്നേഹിച്ച യോനാഥാൻ ആ യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. ആ യുദ്ധത്തിൽ യോനാഥാൻ കൊല്ലപ്പെട്ട് രക്തത്തിൽ കുളിക്കുന്നതിന് നീ സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പാടില്ലാത്തത്, നിനക്ക് താങ്ങാൻ ഇടവരാത്തത്, നീ സാക്ഷിയാകാൻ പാടില്ലാത്ത ചില മേഖലകളിൽ നിന്ന് നിന്നെ ഒഴിവാക്കാനാണ് സർവശക്തൻ ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ കൊണ്ട് വഴി അടപ്പിച്ചത്. ഇന്ന് പകൽ സ്തോത്രം ചെയ്തു പറ, വഴി തുറക്കുക മാത്രമല്ല, ചിലത് ദൈവം അടക്കുകയും ചെയ്യുമ്പോൾ അതിന് നമ്മെക്കുറിച്ചുള്ള തിന്മയ്ക്കല്ല, നന്മയ്ക്കായുള്ള പദ്ധതികൾ മറഞ്ഞിരിപ്പുണ്ടെന്നറിഞ്ഞ് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank you, Lord Jesus. Thank you, Lord Jesus. പ്രിയരെ ഹൃദയത്തിൽ എഴുതി വെച്ചോണം. യോനാഥാനും ശൗലും കൊല്ലപ്പെട്ട യുദ്ധത്തിൽ ദാവീദ് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ രാജാവാകാൻ ദാവീദിനെ അനുവദിക്കുമായിരുന്നില്ല. ഒരു നല്ല ആമേൻ പറ. ഒരു നിർണായക സമയത്ത് ശത്രുക്കളുടെ കൂട്ടത്തിൽ കൂടി, ഫെലിസ്ത്യരുടെ കൂട്ടത്തിൽ കൂടി ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് ഞങ്ങളുടെ രാജാവായ ശൗലിനെയും ഞങ്ങളുടെ എല്ലാമായ യോനാഥാനെയും കൂട്ടക്കുരുതിക്ക് വിട്ടുകൊടുത്ത ഈ വഞ്ചകനെ ഞങ്ങളുടെ രാജാവാകാൻ അനുവദിക്കയില്ലെന്ന് പറഞ്ഞ് ഇസ്രായേൽ ഒന്നടങ്കം അവനെതിരെ തിരിയുമായിരുന്നു. പക്ഷേ ദാവീദേ, നീ കാണിച്ചത് എടുത്തുചാട്ടമാ, നീ കാണിച്ചത് അവിവേകമാ. പക്ഷെ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. നിന്നോട് ചോദിക്കാതെ, നീ ആവശ്യപ്പെടാതെ, നിന്റെ അപ്പൻ പോലും ആവശ്യപ്പെടാതെ, ലോകത്തിൽ മറ്റാരും ആവശ്യപ്പെടാതെ, കൃപയാൽ ശമൂവേലിനോട് ഞാൻ ഇശ്ശായിയുടെ വീട്ടിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് കാട്ടിൽ കിടക്കുന്ന നിന്നെ വിളിച്ചു വരുത്തി, ആരോടും ചോദിക്കാതെ, ആരും ആവശ്യപ്പെടാതെ നിന്റെ തലയിൽ രാജകീയ അഭിഷേകം ഒഴിച്ച് നിന്നെ ഇസ്രായേലിന് പ്രഭുവാക്കി ഞാൻ അഭിഷേകം
അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വാക്കു പറഞ്ഞ ദൈവമുണ്ടല്ലോ, തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന. ആ വാഗ്ദത്തത്തോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയാണ് നിന്നെ അവിടെ നിന്ന് ഒഴിവാക്കിയതെങ്കിൽ, നിന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തിയതെങ്കിൽ, ചില ഒഴിവാക്കലുകൾ, ചില മാറ്റി നിർത്തപ്പെടലുകൾ തകർച്ചയ്ക്കല്ല, തിന്മയ്ക്കല്ല, നന്മയ്ക്കായുള്ള ദൈവിക പദ്ധതികളാണെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൈവാലോചന വിളിച്ചു പറയുമ്പോൾ അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളെ കരമടിച്ച് അല്പനിമിഷം ആത്മനിറവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ ധൈര്യപ്പെടുത്തുന്നു, ചിലരോട് ഇടപെടുന്നു. അതരം തുറന്ന് ശക്തിയോടെ കരമടിച്ച് അല്പനിമിഷം ആമേൻ പറയാം. എല്ലാവരും അന്യഭാഷകളിൽ അല്പനിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. ജീസസ്, എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ചെയ്യുന്നത് എന്തെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല. ഞാൻ ചെയ്യുന്നത് എന്തെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ, പിന്നെ നീ അറിയും. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണ്, ഒന്നും എൻ്റെ തിന്മയ്ക്കല്ല. അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് പറ. കർത്താവ് മനസ്സുറപ്പിച്ചു പോയി എന്ന് വായിക്കുന്നത് പോലെ ഹൃദയം ഉറച്ചിരിക്കട്ടെ പ്രിയരെ, ധൈര്യപ്പെട്ടിരിക്കട്ടെ പ്രിയരെ, കർത്താവിലുള്ള ആശ്രയബോധം വർദ്ധിക്കട്ടെ പ്രിയരെ. ഇന്ന് മകൾ സ്തോത്രം ചെയ്ത് പറ, എൻ്റെ ദൈവത്തിന് തെറ്റുപറ്റുകയില്ല, എൻ്റെ ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. എൻ്റെ ദൈവം ചെയ്യുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കാണ്. ആ ഉറപ്പുള്ളവർ, ആ ധൈര്യമുള്ളവർ ആധരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കയറിനോട് ചേർന്ന് നമുക്കൊന്ന് പാടി ദൈവത്തിന് നന്ദി പറയാം. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്.